السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا أهل بدر كلكم كونوا لنا شفعاء في تحصيلنا مأمولنا عند الإله الحكيم المرجو لنا شفعهم الدارين فينا ربنا عجل بفتح منك يا رحماننا عجل بفتح منك يا رحماننا عجل بفتح منك يا رحماننا وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് അള്ളാഹു കബൂലാക്കി തരട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും അത് നശ്ർ ചെയ്യാനും ഉള്ള എല്ലാവിധ തൗഫീഖും അള്ളാഹു നമുക്ക് നമ്മുടെ അസാധ്യത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്കതിൻ്റെ തൗഫീഖ് നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ പ്രതീക്ഷിച്ച കോളൊന്നും ഉണ്ടാവില്ലെങ്കിലും പരസ്പരം കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. ഷിൻഷാദ് ഉസ്താദ് നമ്മളെ കാര്യപ്പെട്ട സുഹൃത്താണ്. അതേപോലെ മൗല ഫാദിലി എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ്, ഇവിടുത്തെ മുദരിസ. അപ്പം അവർ വിളിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളോട് വളരെ ചെറിയ ബന്ധേ ഉള്ളൂ എങ്കിലും അവസാന സമയത്ത് ബഹുമാനപ്പെട്ടവരെ കാണാനും കൈപിടിക്കാനും ദുആ കൊണ്ട് വസീയത്ത് ചെയ്യാനും ഉള്ള തൗഫീഖ് ലഭിച്ചത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരെ സിയാറത്ത് ചെയ്യാനും കൂടി സാധിക്കുമല്ലോ എന്നുള്ള നിലക്ക് ഇങ്ങോട്ട് വന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലത് പറയാനും ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ബഹുമാനപ്പെട്ട അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ ഒന്ന് രണ്ട് വ്യക്തികൾ ലൈഫുകൾ ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ വന്നു. ബഹുമാനപ്പെട്ട ഒരു ഖാദിം ഒന്നിച്ചെന്നെ ഉണ്ടായിരുന്നു. ലൈഫുകൾക്ക് ഭക്ഷണം റെഡിയാക്കി കൊടുത്തു. ആ രണ്ട് ലൈഫുകൾ ഖാദിമിനോട് പറഞ്ഞു, എൻ്റെ കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം, ഞങ്ങളുടെ കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഖാദിമ പറഞ്ഞു, ഞാനില്ല, എനിക്ക് നോമ്പുണ്ട്. നോമ്പുണ്ട് എന്ന് പറഞ്ഞപ്പം വന്നവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നോമ്പെടുത്താലും അതിഥികളെ കൂടെ ഭക്ഷണം കഴിച്ചാൽ അവരെ നിർബന്ധപ്രകാരം കഴിക്കുമ്പോൾ മുറിച്ചാൽ നോമ്പും കിട്ടി ഭക്ഷണം കിട്ടി, രണ്ട് വലിയ ലാഭമാണ്. അപ്പം ഈ ഖാദിം പറഞ്ഞില്ല, ഞാൻ നോമ്പ് മുറിക്കുന്നില്ല. അപ്പം ഈ വന്നയാൾ പറഞ്ഞു, നിങ്ങളിപ്പോൾ നോമ്പ് മുറിച്ച് ഞങ്ങളോട് കൂടെ ഭക്ഷണത്തിന് കൂടുകയാണെങ്കിൽ 6 മാസം നോമ്പ് ഒറ്റ കൂലിങ്ങൾക്ക് കിട്ടും. ഇല്ല, ഞാൻ നോമ്പ് മുറിക്കൂല. അപ്പം അങ്ങനെ വളരെ നിർബന്ധിച്ചപ്പോൾ ഒരു നിലക്കും ഇയാൾ നോമ്പ് മുറിക്കുന്നില്ല. അപ്പോൾ വന്ന ആഗതർ പറഞ്ഞു, ദാഹു, അയാളെ ഒഴിവാക്കിയെന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു വീക്ഷിക്കുന്നുണ്ട്. ഈ വന്ന രണ്ട് ആഗതർ അല്ലെങ്കിൽ ഈ ലൈഫ് വലിയ മഹാന്മാരാണ്. അപ്പൊ അവര് നിർബന്ധിച്ചപ്പോ നോമ്പ് മുറിക്കാതെ ഇദ്ദേഹം അല്ലെങ്കിൽ ഇയാള് നോമ്പ് മുറിക്കാതെ എല്ലാ നിലക്കും അവർ ഒരു ലൈഫിന് ഒരു നിലക്കുള്ള വലിയ നൽകാതിരുന്ന് അവരങ്ങനെ പറഞ്ഞു.
ഇദ്ദേഹത്തിൻ്റെ ഇല്ലെങ്കിൽ ഇയാളുടെ പിന്നീടുള്ള അവസ്ഥ ക്രിസ്ത്യാനിയായി ചത്തുപോയ ഒരവസ്ഥ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം പറഞ്ഞ ഒരു സ്ഥലത്ത് കാണാം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ശ്രദ്ധിക്കാതെ അറിയാതെ പലപ്പോഴും പല വിഷയങ്ങളും നമ്മുടെ ആഖിബത്തിനെ തന്നെ ബാധിക്കുന്ന ചില വിഷയങ്ങൾ ഉണ്ടാവും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇൽമിന്റെ അഹ്ലുകാരാണ് നാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു വലിയ നിഅമത്താണ് ഇൽമു പഠിക്കാനുള്ള അവസരം എന്ന് പറയുന്നത്. അതിനേക്കാൾ വലിയ ഒരു നിഅമത്ത് ഇല്ല തന്നെ. ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ അടക്കമുള്ള മഹാന്മാരൊക്കെ ഇൽമിന്റെ ഫളിലുകൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓശാരമായി നൽകിയ ഒരു വലിയ നിഅമത്താണ് മുതഅല്ലിമാവുക എന്നുള്ളത്. ഇത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയതാണല്ലോ. സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും, നമുക്കൊക്കെ അറിയാം സുഫത്തിന്റെ അഹ്ലുകാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും, മസ്ജിദുൻ നബവിയുടെ ബേക്ക് ഭാഗത്ത് സ്വഹാബത്ത് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ താമസിച്ചത് മസ്ജിദ് നബിയുടെ പിൻഭാഗത്തായി. ആദ്യം ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് ഖിബിലയുള്ള സമയത്ത്, ഇപ്പോ ഖിബിലയുള്ളതിന്റെ ആ ഭാഗത്തായിരുന്നു സുഫത്തിന്റെ അഹ്ലുകാരായ സ്വഹാബത്ത് താമസിച്ചത്. പിന്നെ ഖിബില മാറ്റം നടന്നപ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് സ്വഹാബത്ത് പിന്നോട്ട് മാറി. ആ സുഫത്തിന്റെ അഹ്ലുകാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലാസിമാക്കിയ സ്വഹാബത്താണ്. എല്ലാവരും കച്ചവടത്തിനും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഈ സ്വഹാബത്ത് ഏകദേശം 700ഓളം സ്വഹാബത്ത് ഉണ്ടായിരുന്നു. എപ്പോഴും 700 ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ കുറച്ചു കാലത്തേക്ക് കുറച്ചാളുകൾ ഉണ്ടാവും, പിന്നെ അവർ നാട്ടിലേക്ക് പോകും. അധികവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് സ്വഹാബത്ത് ഉണ്ടായിരുന്നു. അവർക്കുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറച്ച് സ്വഹാബത്തിനെ വിളിക്കും, അൻസാരികളെ വിളിക്കും. നിങ്ങളെ വീട്ടിലേക്ക് 2 ആള്, മറ്റൊരാളെ വിളിച്ചിട്ട് 3 ആള്, ചില ആളെ വിളിച്ച് 4 ആള്, അങ്ങനെ 10 ആള് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ 10 സ്വഹാബത്തിനെ കൂട്ടി വീട്ടിലേക്ക് പോയ സംഭവം ഹദീസിൽ കാണാം. ബഹുമാനപ്പെട്ട സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു എല്ലാ രാത്രിയിലും 80ഓളം മുതഅല്ലിമീങ്ങളെ കൂട്ടി ഭക്ഷണത്തിനേക്ക് കൂട്ടിയിട്ട് പോകും. 80 മുതഅല്ലിമീങ്ങൾ രാത്രി ഭക്ഷണത്തിന് ബഹുമാനപ്പെട്ട സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം മുതലേ മുതഅല്ലിമീങ്ങൾ പള്ളിയിൽ താമസിച്ച് ഉസ്താദിന്റെ കീഴിൽ താമസിച്ച് പഠിക്കുന്ന സമ്പ്രദായം ഉണ്ട്. അത് നമുക്കറിയാവുന്നതാണ്. മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുടിയെടുക്കാനും അതേപോലെ ഉള്ള മുടിയുടെ തൂക്കത്തിനനുസരിച്ച് വെള്ളി സദഖ ചെയ്യാൻ പറയുകയും അത് സദഖ ചെയ്യേണ്ടത് സുഫത്തിന്റെ അഹ്ലുകാരായ പാവപ്പെട്ട മുതഅല്ലിമീങ്ങൾക്കാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് സുഫത്തിന്റെ അഹ്ലുകാരായ മുതഅല്ലിമീങ്ങൾക്ക് സദഖ ചെയ്ത സംഭവം ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ മക്കയിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നു. മുതഅല്ലിമീങ്ങൾ ധാരാളം ഉണ്ട് മദീനത്തെ പള്ളിയിൽ. ഇന്നത്തെ പോലെ ധാരാളം വസ്ത്രങ്ങളോ ഒന്നുമില്ല, 1 2 ചില ആളുകൾക്ക് മേൽവസ്ത്രം ഇല്ല, തുണി മാത്രം. വലിയ ചൂടും AC-യോ ഫാനോ ഒന്നുമില്ല. മക്കയിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കൂടെയുള്ള ആ പാവങ്ങളായ ആളുകൾ അവരൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ നമ്മളെ പോലത്തെ കുറച്ച് ആളുകൾ നിങ്ങളെ കൂടെ കൂടാം.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരാഗ്രഹം ഉണ്ടായി, ഇവരെ പോലത്തെ അഷ്റാഫീങ്ങളായ വലിയ വലിയ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിനൊരു ഉപകാരമാണല്ലോ, പിന്നീട് ഇവരെ നമുക്ക് അടുപ്പിച്ച് നിർത്താം എന്നുള്ള നിലക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബിൽ അങ്ങനെ ഒരു ചിന്ത വന്നപ്പോ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശിയ്യി യുരീദൂന വജ്ഹ എന്ന ആയത്ത് ഇറങ്ങിയത് ആ സമയം. ആ പാവപ്പെട്ട മുതഅല്ലിമീങ്ങളോടുകൂടി നബിയെ തങ്ങൾ എല്ലാ സമയവും അവരോടുകൂടി നിൽക്കണം, മറ്റുള്ളവരെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് ആയത്തിറങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹംദ് ചൊല്ലിക്കൊണ്ട് പാവപ്പെട്ട മുതഅല്ലിമീങ്ങളോടുകൂടെ ഒന്നിച്ചു കൂടാൻ അവസരവും ആഗ്രഹവും തൗഫീഖും നൽകിയ റബ്ബിന് ഞാൻ എല്ലാ നിലക്കും ഹംദ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് സുഫത്തിന്റെ അഹ്ലുകാരായ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ മുതഅല്ലിമീങ്ങളെ അടുപ്പിച്ച് നിർത്തിയ ഒരു സംഭവം ഹദീസിൽ കാണാം. ഞാനിത് പറഞ്ഞത് മുതഅല്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ അസ്ലുണ്ട്, മറ്റുള്ളവർക്കൊന്നുമില്ലാത്ത ഒരു വലിയ അടിസ്ഥാനവും അസ്ലും നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൽമിന് നഫ്ഉം ഫലവും ലഭിക്കണമെങ്കിൽ മുൻഗാമികളായ നമ്മുടെ ഇമ്മത്തും നമ്മുടെ അസാതിദത്തും നമ്മുടെ മശായിഖും നമുക്ക് കാണിച്ചു തന്ന ഒരു റൂട്ട്. തഅലീമുൽ മുതഅല്ലിമിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഈ കാലഘട്ടത്തിലുള്ള മുതഅല്ലിമീങ്ങൾ മൂപ്പര് കിതാബ് രചിക്കുന്ന സമയത്താണ് മുതഅല്ലിമീങ്ങൾ ഇൽമു പഠിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട്, പക്ഷേ അവർ പഠിക്കുന്ന റൂട്ടിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല. ആ ലക്ഷ്യം വിവരിച്ചുകൊണ്ടാണ് ഞാൻ ഈ കിതാബ് ഉണ്ടാക്കുന്നത് എന്ന് തഅലീമുൽ മുതഅല്ലിമിന്റെ മുസന്നിഫ് റഹിമഹുല്ലാഹ് പറഞ്ഞു. ചിലപ്പോൾ ഇപ്പോൾ കുട്ടികളോട് ഓരോ കിതാബിന്റെ മുസന്നിഫ് ആരാൻ ചോദിക്കുമ്പോൾ ഞാൻ ഇന്നൊരു കുട്ടീനോട് ചോദിച്ചു, അജ്നാസു സൂറന്റെ മുസന്നിഫ് ആരാന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു സാലിം ബുർഹാനി. അപ്പോൾ ഈ ഇപ്പോഴത്തെ എല്ലാ കിതാബും സാലിം ബുർഹാനി അടിച്ചിട്ട് വരുന്ന കിതാബുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പുറത്ത് സാലിം ബുർഹാനി എന്ന് പേരുണ്ട്. അപ്പോൾ ഈ കുഞ്ഞി പറഞ്ഞ് സാലിം ബുർഹാനിയാണ് അതിൻ്റെ മുസന്നിഫ്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നാര ഹബീബ്, അങ്ങനെയാണെങ്കിൽ സാലിം ബുർഹാനി ഇപ്പോൾ കുറേ കിതാബിൻ്റെ മുസന്നിഫാവും. അപ്പോൾ മുസന്നിഫീങ്ങളെ കുറിച്ചുള്ള ഒരു പഠനം അത് നമ്മൾ പഠിക്കേണ്ടതാണ്. അവരുടെ പേരിൽ എന്തെങ്കിലും ഹദീയലും അത് നമ്മളെ ഇൽമിൻ്റെ വലിയ ബറക്കത്തിൻ്റെ കാരണമാണ്. നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഉസ്താദ്മാരൊക്കെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് തൊയ്യബുൽ ബുഖാരി തങ്ങൾ ഉസ്താദ് ശൈഖുന കോട്ടൂർ ഉസ്താദിൻ്റെ ശിഷ്യൻ ബഹുമാനപ്പെട്ടവരടുത്ത് പോകുന്ന സമയത്ത് ഉസ്താദ് മുസന്നിഫീങ്ങളെ പേരിൽ എന്തെങ്കിലും ഓതി ഹദീ ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടെ പറയാറുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് മുതഅല്ലിമീങ്ങൾ ആ ഇൽമിന്റെ റൂട്ടിൽ നിന്ന് വ്യതിചലിച്ചത് കൊണ്ടാണ് യഥാർത്ഥ റൂട്ടിലേക്ക് എത്താൻ സാധിക്കാത്തത്. അള്ളാഹു നമ്മളെ ഈ ഒരു ഫീൽഡിലേക്ക് ഇറക്കി എന്നുള്ളത് ചെറിയ നിഅമത്തൊന്നുമല്ല. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തിന്റെ കൂട്ടത്തിൽ മലായിക്കത്തുകളുടെ ഇടയിൽ വെച്ച് ബഹുമാനിക്കാനും ആദരിക്കാനും വിചാരിച്ചപ്പോൾ എന്താണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തത്? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ സുമ്മ അറളഹും അലൽ മലായിക. ഇൽമാണ് കൊടുത്തത്. ബഹുമാനപ്പെട്ട ത്വയ്യിബി റഹിമഹുല്ലാ പറയുന്നു, ഈ അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ എന്ന ഈ ആയത്ത് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അൽ അസ്മാഅ കുല്ലഹ എല്ലാ വസ്തുക്കളുടെയും പേരുകളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ മലായിക്കത്തിന് പറഞ്ഞു കൊടുത്തപ്പോ അഫാദത്ത് ഹാദിഹിൽ ആയത്തു അന്ന ഇൽമൽ ലുഗതി ഫൗഖ അത്തഹല്ലി ബിൽ ഇബാദ ഫകൈഫ ഇൽമു ശരീഅ. ബഹുമാനപ്പെട്ടവര് ഒരു നിലക്ക് പറയുകയാണെങ്കിൽ ഈ വസ്തുക്കളുടെ പേരുകളും അതിന്റെ ഉപയോഗങ്ങളും
ലുഗത്താണ് ഒരു നിലക്ക് പറഞ്ഞാൽ അത് ഇൽമുൽ ലുഗയാണ്. വാ ഇൽമുൽ ലുഗ മലായിക്കത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എല്ലാ നിലക്കും ഇബാദത്തിൽ മുഴുകിയ മലായിക്കത്തിനേക്കാൾ ശ്രേഷ്ഠത അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടെങ്കിൽ ഇൽമു ശരീഅത്തുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് റബ്ബ് തആല നൽകുന്ന സ്ഥാനം എത്രമാത്രമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറയാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു വലിയ നിഅമത്താണ് നമ്മളെ ഇൽമിന്റെ അഹ്ലുകാരനാക്കുക എന്നുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം സുഹ്റവർദി റഹിമഹുല്ല പറഞ്ഞു, ഇൽമിന് അമല് ചെയ്തിട്ടില്ലെങ്കിൽ ഇൽമിൻ്റെതായ ഫضل എന്തായാലും അല്ലാഹു നൽകും. അതിലൊരു സംശയം. 1 മണിക്കൂർ ഇൽമ കൊണ്ട് ശൂലായി കഴിഞ്ഞാൽ രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്ത പ്രതിഫലം മഹാന്മാർ രേഖപ്പെടുത്തിയില്ലേ? 1 മണിക്കൂർ ഇൽമ കൊണ്ട് ശൂലായ. അൽഹംദുലില്ലാഹ്, വർഷങ്ങളോളം ഇൽമ പഠിക്കാൻ കഴിയുന്ന മുതഅല്ലിമീങ്ങൾക്ക് അല്ലാഹു നൽകിയ തൗഫീഖ് എത്രമാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തൗഫീഖ് നിലനിർത്തി തരട്ടെ. പ്രത്യേകിച്ച് മുതഅല്ലിമീങ്ങൾ, നാട് വിട്ട് പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ, ഹദീസിൽ കാണാം, അഹബ്ബുൽ ഇബാദി ഇലല്ലാഹി അൽ ഖുറബാഉ ഫീ ത്വലബിൽ ഇൽം. ഇൽമു പഠിക്കുന്ന വിദേശികളായ മുതഅല്ലിമീങ്ങൾ, നാട് വിട്ട് താമസിക്കുന്ന മുതഅല്ലിമീങ്ങൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ്. ഇങ്ങനെ തുടങ്ങി എത്രയോ ഹദീസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇൽമാവണമെങ്കിൽ അതിന് കുറേ ചേരുവകളൊക്കെ ചേരണം. നിങ്ങളൊക്കെ അതൊക്കെ ശ്രദ്ധിക്കുന്ന മുതഅല്ലിമീങ്ങളാണ്. എന്നാലും ഒരു തംബീഹ് എന്നുള്ള നിലക്ക് നിങ്ങളെ മുമ്പിൽ 1-2 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയൂ. കുറേയൊന്നും പറയില്ല. ഈ കടലാസൊക്കെ കണ്ട് നിങ്ങൾ വിചാരിച്ചേക്കണ്ട സുബ്ഹാനല്ലാഹ് ഇത് എപ്പാ തീരുകയെന്നൊക്കെ ബേജാറാണ്. വേഗം തീർക്കും. ഞാൻ ബഹുമാനപ്പെട്ട ശൈഖുന കോട്ടൂർ ഉസ്താദിനെ കണ്ട് അങ്ങനെ ദ്വാരപ്പിച്ചിട്ട് വന്നാണ്. അപ്പോൾ കുറച്ച് ലേറ്റായി പോയി. ഞാൻ കുറച്ചുകൂടി നേരത്തെ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈഖുനാക്ക് പരിപൂർണ്ണ ആഫിയത്തും റാഹത്തും സന്തോഷവും അല്ലാഹു നൽകട്ടെ. ഉസ്താദുമാരുടെ ഗുരുത്വവും പൊരുത്തവും കിട്ടിയ ശിഷ്യന്മാരിൽ അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇൽമിൻ്റെ അഹ്ലുകാരായ മുതഅല്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ശ്രദ്ധിക്കേണ്ട ഒരു വലിയ വിഷയമാണ് അദബ്. അദബ് വലിയ വിഷയം. പല നിലക്കുള്ള അദബുണ്ട്. നമ്മളുടെ മാതാപിതാക്കളോടുള്ള അദബുണ്ട്. ഉറങ്ങിയാളെ ഞാൻ വിളിക്കൂല, ബേജാറാണ്. മാതാപിതാക്കളോടുള്ള അദബുകളുണ്ട്, ഉസ്താദുമാരോടുള്ള അദബുകളുണ്ട്, കിതാബിനോട് കാണിക്കേണ്ട അദബുകളുണ്ട്, ശുറക്കായിനോട് കാണിക്കേണ്ട അദബുകളുണ്ട്, താമസിക്കുന്ന സ്ഥാപനത്തോട് കാണിക്കേണ്ട അദബുകളുണ്ട്. ഇങ്ങനെ തുടങ്ങി ധാരാളം ആദാബുകൾ. ഒരാൾ ഒരു സംഭവം പറഞ്ഞു. മൂപ്പര് ദർസ് നടത്തുന്ന സമയത്ത് നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ ഏകദേശം സുബീന്റെ സമയത്ത് തിരിച്ചു വന്നു. അപ്പോൾ മുതഅല്ലിമ് എല്ലാവരും ജമാഅത്തിന് ഇറങ്ങി, ഒരു കുട്ടി ഇറങ്ങിയില്ല. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ ഇയാളെ ജമാഅത്തിനെ വിളിച്ചപ്പോൾ ഒന്ന് കുറച്ച് പരപ്പനങ്ങാടിയുടെ ആളാണ്. പരപ്പനങ്ങാടി ഞമ്മൻ പറയല് ദേഷ്യം പിടിക്കുന്ന ആളെ പറയണ്ട്. ഇത് പരപ്പനങ്ങാടി ചമ്മാടല്ലേ, പരപ്പനങ്ങാടിക്കാരുണ്ട്. നമ്മൾ ഉസ്താദ് ചിലപ്പം പറയണ്ടോ അവൻ്റെ പരപ്പനങ്ങാടി ഇളകിന്ന് പറയാം. അപ്പം ഇയാൾ ചൂടായി എന്ന് പറയും, വിളിച്ചിട്ട് എണീക്കുന്നേ ഇല്ല. അപ്പൊ കത്തി എടുത്തിട്ട് ഈ മറ്റേ കുത്താൻ വേണ്ടി. അതുകൊണ്ടല്ല ചിലപ്പോൾ ഉറക്കുന്ന വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലയാൾക്ക് വിളിക്കുന്ന കോലും നമ്മൾ ശരിയാക്കണം. ചില ആൾ വിളിക്കൽ പോയിട്ട് ഫുട്ബോൾ കിട്ടും പോലെ അത് ദേഷ്യവും വരും. പിന്നെ മറ്റവന് കറാട്ടിയും കളറിയും കൂടി അറിഞ്ഞെങ്കിൽ പിന്നെ ഇവന്റെ കഥയും അപ്പൊ ഈ കത്തി എടുത്തിട്ട് വന്നതാ. അപ്പൊ പിടിച്ചു വെച്ച് പിന്നെ റെഡിയായി. പിന്നെ ഉസ്താദ് വന്നിട്ട് അവനോട് നീ തൗബ ചെയ്യണോ, നന്നാണോ, അങ്ങനെ കേട്ടിട്ടേ ഇല്ല. ഓൻ കീഞ്ഞു പോയി, ഇറങ്ങിപ്പോയി. പിന്നെ വേറെ ഏതോ ദർസിൽ പോയി. 7 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു മൊയിലാരെയും കൂട്ടിയിട്ട് ആ കുട്ടീൻ്റെ അയാളെ ഉപ്പ വരികയാണ്. ഉപ്പല്ല, ഉസ്താദ്. ഇയാൾ വേറെ ദർസിലേക്ക് പോയി ആ ദർസിൽ ഉസ്താദ് കൂട്ടിയിട്ട് വരികയാണ്. ആ ഉസ്താദ് ഈ കുട്ടീനെ അറിയാൻ ചോദിച്ചു. മൂപ്പർക്ക് ആദ്യം തിരിഞ്ഞില്ല. പിന്നെ അറിയാറ്.
അപ്പോൾ ഈ കുട്ടി ഇപ്പം മർക്കസിൽ പഠിക്കുകയാണ്. പക്ഷേ അടുത്ത മാസത്തിൻ്റെ അപ്പുറത്തെ മാസം ഇപ്പം അല്ലേ മുമ്പത്തെ സംഭവം പറഞ്ഞു സനത് വാങ്ങേണ്ട ആളാണ്. പക്ഷേ ഇതേ സംഭവം അന്ന് 8 കൊല്ലം മുമ്പ് പള്ളിയിൽ നടന്ന സംഭവം മർക്കസിലും നടന്നു. എന്താ സുബീക്ക് വിളിച്ചാരോ ദേഷ്യം പിടിച്ച് കത്തി എടുത്തിട്ട് കുത്താൻ പോയി. അപ്പോൾ ഈ വിചാരിക്കുമ്പോൾ കത്തി എടുത്താൽ കിട്ടുന്നത് എനിക്ക് തിരിയാത്ത. അപ്പോൾ കത്തിയെടുത്ത് കുത്താൻ വേണ്ടി പോയി. ഉസ്താദ്മാരുടെ ഇടയിൽ വിഷയമായി. അങ്ങനെ അവിടുന്ന് പുറത്താക്കി. അപ്പോൾ ഈ കുട്ടി നേരെ ഇയാളെ ദർസിലേക്ക് പോയി. ഉസ്താദിനോട് ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, ഞാൻ മുമ്പ് ഇന്ന് ദർസിൽ പഠിച്ചപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ ഉസ്താദ് നേരിട്ട് എന്നോട് പറഞ്ഞൊരു സംഭവം ഇന്ന് പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ വളരെ സില്ലിയായി കാണുന്ന വിഷയം അതെപ്പോഴും മുഴച്ച് കാണും. ഇത് അങ്ങനത്തെ ഒരു ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആദാബുകളും മര്യാദകളും വളരെ കെയർ ചെയ്താൽ മാത്രമേ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇത്രയും വലിയ ഫളല് ഇൽമു പഠിക്കുന്ന ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ടെങ്കിൽ അതങ്ങനെ ഫ്രീ ആയി കിട്ടുന്നല്ല. കുറച്ച് താബ് വേണ്ടേ? താബ് വേണം, കുറച്ച് പ്രയാസമൊക്കെ അനുഭവിക്കണം. അപ്പൊ അത് അതിൻ്റെ റൂട്ടിലേക്ക് എത്തണമെങ്കിൽ വലിയ അദബും ഗുരുത്വവും നമുക്ക് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമ് നല്ല നിലക്ക് പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ഒരു മുതഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹുസ്നുൻ നിയ്യത്ത്, നല്ല നിയ്യത്ത് പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ പോകുന്ന സമയത്ത് നമുക്കുണ്ടാകും. നിയ്യത്ത് ലെവലാവാണ്ട് പോയി ഉഷാറായ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഭക്ഷണമൊന്നും കിട്ടാണ്ട് പ്രയാസപ്പെട്ട് വിഷമിച്ചിട്ട് ഞാൻ ഓതാൻ വേണ്ടി പോയതാണ്. പക്ഷേ ഇൽമ എന്നെ മറ്റൊരു നിലയിലേക്ക് എത്തിച്ചെന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞു. നമ്മളെപ്പോലത്തെ ആളെ സംബന്ധിച്ചിടത്തോളം നിയ്യത്ത് നന്നാക്കുക. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് നമുക്കൊക്കെ അറിയാം. ബഹുമാനപ്പെട്ട സലഫീങ്ങളായ മഹാന്മാരായ സലഫുസ്വാലിഹീങ്ങളായ മഹത്തുക്കൾ ഏത് കിതാബ് തുടങ്ങുമ്പോഴും ഏത് ക്ലാസ് തുടങ്ങുമ്പോഴും ഈ ഒരു ഹദീസ് പറയാറുണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ തുടങ്ങിയ ആ ആയത്ത്, ആ ഹദീസ് അധിക മഹാന്മാരും അവരുടെ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് കാണാം. മറ്റൊന്ന്, ഒരു മുതഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം അൽ ഇസ്തിഗാലു ബി തത്ഹീരി ളാഹിരി വൽ ബാത്തിൻ, നമ്മുടെ ഉള്ളും പുറവും അത് നന്നാക്കണം. ഉള്ളും പുറവും നന്നാക്കണം എന്ന് പറഞ്ഞാൽ ഒന്ന്, നമ്മുടെ ശരീര വൃത്തി നമ്മൾ സൂക്ഷിക്കണം. അത് മസ്റ്റാണ്. ഒരു ഹാവുലായി ആയിട്ട് നടത്തുന്നുണ്ടല്ലോ, ഒരു ഹാവുലായി അലക്കൽ 2 ആഴ്ചയിൽ ഒരിക്കൽ, നഖം വെട്ടൽ മാസത്തിലൊരിക്കൽ. കണക്കത്തപ്പോൾ കള്ളം ചിരിച്ചെന്ന് പറഞ്ഞ പോലെ കുറേ ആളുകളും ചിരിക്കുന്നുണ്ട്. അപ്പോൾ വൃത്തി, നല്ല വൃത്തി മുതഅല്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ്. ബഹുമാനപ്പെട്ട ഇമാമുൽ മുഖരി റഹിമഹുല്ല പറയാ, ഒരാള് അബൂബക്കർ ബിൻ മുജാഹിദ് റഹിമഹുല്ലാന്റെ അടുക്കലേക്ക് കിതാബ് ഓതാൻ വേണ്ടി വന്നു. അങ്ങനെ താടിയെല്ലാം ഒരു ലെവലില്ലാത്ത കോലത്തിൽ, മുടിയെല്ലാം ഭയങ്കര സംഭവമാക്കിയിട്ട്, ഒതുക്കാത്ത കോലത്തിൽ ഭയങ്കര മുടിയും ഒക്കെ അടിപൊളിയായിട്ട് ഇങ്ങ് വന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ കിതാബ് ഓതാൻ വേണ്ടി ഇരുന്ന്. അപ്പൊ മുമ്പര് പറഞ്ഞു, അദ്ദിബിൻ നഫ്സ സുമ്മ അദ്ദിബിൻ ദർസ്. ആദ്യം സ്വന്തം നഫ്സിനെ ഒന്ന് റെഡിയാക്കണം, ഒന്ന് വൃത്തി വേണം, എന്നിട്ട് ദർസ് ഓതാം. ആദ്യം നീ ഒന്ന് റെഡിയാക്കി വാ. ചില മുതഅല്ലിമീങ്ങളൊക്കെ മുടിയെല്ലാം ഭയങ്കര ജഗപകയായി. ശംസുൽ ഉലമ ദർസ് നടത്തുന്ന സമയം നമ്മൾ ഉസ്താദ് പറഞ്ഞാൽ ഓർമ്മിക്കുക, ഒരു കുട്ടി ഭയങ്കര മുടി ആയിട്ട് കണ്ട്. അപ്പൊ പിറ്റത്തെ സബക്കിൽ ചോദിക്കാന്നുള്ള ആൾക്ക് ശംസുൽ ഉലമ അങ്ങനെ അങ്ങ് വെച്ച്. അപ്പോൾ ശംസുൽ ഉലമ നോക്കിയത് ഇയാൾ കാണുകയും ചെയ്തു. ഇയാൾ അന്ന് വേഗം പോയി മുടിയെല്ലാം എടുത്ത് റെഡിയാക്കി ഇന്നലെ കെട്ടി അതേപോലെ തലീക്കെട്ട് കെട്ടിയിട്ട് വന്നു. മുടിയെല്ലാം ഉള്ള പോലെ തന്നെ തലീക്കെട്ട് കെട്ടിയിട്ട്. അപ്പോൾ ശംസുൽ ഉലമ ചോദിച്ചു, അതെ
തലിക്കെട്ടേക്കാൻ തലിക്കെട്ടേച്ച് ചോക്കുമ്പോൾ തലയിൽ മുടിയൊന്നുമില്ല, പങ്ക് ഉഷാറാക്കി. എന്തേ തൊപ്പിയിടാണ്ടാ തലയിൽ കെട്ടത്. മൂപ്പര് നേരെ പ്ലേറ്റ് മാറ്റിയതാണ്. അപ്പൊ മൂപ്പര് പിടിച്ചെന്തിനാ? ഈ മുടി, ഇന്നലത്തെ മുടിയുണ്ട് എന്നുള്ള ഇലക്കാണ് മൂപ്പര് പിടിച്ചത്. നോക്കൂ, അതിനെക്കാട്ടും വളവുള്ള മുത്താലിമാണ്. അപ്പൊ മൂപ്പര് മുടിയെല്ലാം റെഡിയാക്കിയിട്ട് വന്നിട്ട് അക്കോലത്തിൽ തലയിൽ കെട്ടിയതാണ്. അപ്പൊ പിന്നെ മൂപ്പര് പ്ലേറ്റ് മാറ്റി. എന്തേ തൊപ്പിയിടാണ്ട് തലയിൽ കെട്ടി. അപ്പം മുടിയും അതേപോലെ തന്നെ ഇപ്പോൾ കുട്ടിയൊക്കെ അങ്ങനെ മുടീൻ്റെ ഒരു വിഷയമുണ്ട് തോന്നുന്നു. ചീർത്ത കുട്ടികളൊക്കെ നല്ല അടിപൊളി മുടിയൊക്കെ നല്ല സെറ്റാണെന്ന് തോന്നുന്നു. ചില കുട്ടികളൊക്കെ ഭയങ്കര മുടിയാണ്. ഇന്ന് ദർശനം വരുന്ന സമയത്ത് 2 കുട്ടികളെ മുടിയെല്ലാം മുറിപ്പിച്ചിട്ടാവും. ചിലപ്പോൾ മുടി തീരെ ശ്രദ്ധിക്കുക. കൂടുതൽ ഞാൻ വാചാലനാകുന്നില്ല. അപ്പം നമ്മൾ അകവും പുറവും നന്നാകുക, വൃത്തിയാകുക എന്നുള്ളത് നമ്മുടെ ഒരു അദബാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് നല്ല ആഗ്രഹം, ഇൽമു പഠിക്കാനുള്ള നല്ല ആഗ്രഹം നമുക്ക് വേണം. നല്ല ആഗ്രഹം, ചെറിയ ആഗ്രഹം നല്ല. നമ്മൾ ഇവിടുത്തെ ഉസ്താദുമാർ, അതിൽപ്പെട്ട ഉസ്താദാണ് മുഹമ്മദ് മൗല ഉസ്താദ്. അള്ളാഹു റാഹത്തും ബറക്കത്തും നൽകണം. മൂപ്പര് ഇപ്പം ഉസ്താദുമാരത്തൊക്കെ പോയി ഓതി പഠിക്കുന്നു. നമുക്ക് അതിനുള്ള തൗഫീഖില്ല. അപ്പോൾ നമുക്ക് കഴിവിൻ്റെ പരമാവധി റഗബത്ത് നല്ലോണം വേണം. ശൈഖുന കോട്ടൂർ ഉസ്താദ് എപ്പോഴും ഇൽമു പഠിക്കുന്ന ആളെ വലിയ ഇഷ്ടവും അതിന് വല്ലാതെ പ്രോത്സാഹിപ്പിക്കുകയും അതേപോലെ തന്നെ നല്ലോണം ദ്വാരം കൊടുക്കുകയും. അപ്പോൾ ഇൽമു നല്ല ആഗ്രഹത്തോടു കൂടി നമ്മൾ പഠിക്കണം. കൂട്ടുകെട്ടുകൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നാട്ടിലായാലും ഇവിടെ ആയാലും കൂട്ടുകെട്ടിൻ്റെ കാര്യം, പറ്റിയ ആളുകളായിരിക്കണം നമ്മുടെ ഏറ്റവും നല്ല ചങ്ങാതി. അത് മഹാന്മാർ പറയുന്നുണ്ട്. ഫഅലാ ത്വാലിബിൽ ഇൽമി അല്ലാ യുഖാലിത ഇല്ലാ മൻ യുഫീദ്. കൂട്ടുകൂടിയാൽ ഇവർക്ക് ഇൽമു കിട്ടും. അങ്ങനെയുള്ള ആളെയാണ് കാര്യമായി പ്രൈവറ്റ് ചങ്ങാതിയാക്കിയാണ്. ഇവന്റെ പരം കൂടിക്കഴിഞ്ഞാൽ എൻ്റെ സമയം കൂടി നഷ്ടപ്പെടുന്നു കണ്ടു കഴിഞ്ഞാൽ വളരെ നല്ല നിലക്ക് അടുപ്പങ്ങ് മാറ്റി അതിന് പറ്റിയ ആളവപ്പരം കൂടി ആ നിലക്ക് ചങ്ങാതിമാരെ കൂട്ടിയിട്ടായിരിക്കണം ഓതേണ്ടത്. ഇവന്റെ സമയം പോകുന്നു കണ്ടു കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള ചങ്ങാത്തം ഒഴിവാക്കണമെന്ന് മഹാന്മാർ പറയുന്നു. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സമയം, ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്വഭാവം. ഓരോരുത്തർ ഈ സമയത്ത് ഞാൻ ഇന്നാലിന്ന കിതാബ് ഓതും, ഇന്നാലിന്ന കിതാബ് ഞാൻ പഠിക്കും, ഇന്നാലിന്ന കിതാബ് മുത്താല ചെയ്യും. ഇങ്ങനെ തുടങ്ങി നമുക്ക് ഒരു വലിയ ടൈം ടേബിൾ നമുക്ക് ഉണ്ടാവണം. നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഞാൻ ഇന്നാലിന്ന് പഠിക്കും. ബഹുമാനപ്പെട്ടയും MA ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, ബഹുമാനപ്പെട്ടവരുടെ സമയം വളരെ നല്ല നിലക്ക് ശ്രദ്ധിച്ച് വളരെ കൃത്യമായി ജീവിച്ചൊരു മഹാനാണ് ബഹുമാനപ്പെട്ട MA ഉസ്താദ്. അതുപോലെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരും കാണുന്നില്ല. എന്നാൽ പരിശ്രമിച്ചാൽ നടക്കും. അപ്പൊ നമ്മളെ പഠനത്തിലും നമ്മളെ നോട്ടത്തിലും നമ്മളെ മുത്താലയിലൊക്കെ നല്ല ഒരു സമയം വളരെ കൃത്യമായി നമ്മൾ റെഡിയാക്കി വെക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതേപോലെ നമ്മുടെ ഏത് വിഷയത്തിലും നമ്മുടെ ഉസ്താദുമാരുമായി മുശാവറ ചെയ്തിട്ടായിരിക്കണം നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്. അതൊരു വലിയ ക്വാളിറ്റിയാണ്. എൻ്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട ത്വയ്യിബുൽ ബുഖാരി തങ്ങൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, എന്ത് വിഷയം ഉണ്ടെങ്കിലും ഉസ്താദിൻ്റെ ഉസ്താദായ കോട്ടൂർ ഉസ്താദിനോട് എല്ലാ വിഷയവും ചോദിച്ച് മുശാവറ ചെയ്തിട്ടാണ് ബഹുമാനപ്പെട്ട എൻ്റെ ഉസ്താദ് തങ്ങൾ ഉസ്താദ് കാര്യങ്ങളൊക്കെ തീരുമാനം. അതുകൊണ്ട് തന്നെ വലിയ ബറക്കത്താണ്. അതേപോലെ നമ്മൾ ചെറുപ്പത്തിലെ നമ്മൾ ഉസ്താദുമാര് നമ്മൾക്ക് നമ്മളെ ഹിദായത്തിന് ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മുടെ അസാധ്യത. ആ ഉസ്താദുമാരോട് നമ്മുടെ കാര്യങ്ങളൊക്കെ മുശാവറ ചെയ്ത് അവരുമായി കൂടിയാലോചന നടത്തി അങ്ങനെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ തന്നിഷ്ടപ്രകാരം ആയിരിക്കരുത് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതൊക്കെ ശ്രദ്ധിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. അതേപോലെ ഉസ്താദുമാരെ വലിയ ഇഹ്തിറാമോട് കൂടി കാണണം, വലിയ ബഹുമാനവും ആദരവും വേണം. അത് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പം ഏതെങ്കിലും ഒരു ഷെയ്ഖിനെ കിട്ടിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും പുറത്തുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതുവരെ പഠിച്ച ഉസ്താദുമാരെല്ലാം പുറത്ത്.
പിന്നെ എന്നെ കാര്യപ്പെട്ടു. സ്വന്തം ഉസ്താദുമാരെ തള്ളിപ്പറഞ്ഞ് സ്വന്തം ഇൽമ് ചെറുപ്പം മുതലേ ഇൽമ് പഠിപ്പിച്ച അന്ന് ഉസ്താദുമാരെല്ലാം ബൗണ്ടറിക്ക് പുറത്ത്. ഈ ഇപ്പൊ കിട്ടിയ ആൾ ഏറ്റവും ഉഷാർ. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. അത് വലിയ അദബാണ്. ഉസ്താദുമാരോടുള്ള അദബ് വലിയ അദബാണ്. ചിലപ്പോ കിതാബുകൾ നോക്കുമ്പോ പലതും കാണും. മഹാന്മാര് പറഞ്ഞു, മിൻ അഅ്ളമിൽ ബലിയത്തി തശയ്യുഹുസ് സഹീഫ. കിതാബുകളെ ശൈഖാക്കുക. സ്വന്തം ഉസ്താദുമാര് പറഞ്ഞതല്ല വലുത്. ഏടെങ്കിലും എവിടെയെങ്കിലും കണ്ടത് അതെടുത്ത് ഉസ്താദുമാർക്കെതിരെ നീങ്ങുന്ന ആളുകൾ തശയ്യുഹുസ് സഹീഫ, അത് വലിയ മുസീബത്താണ് എന്ന് മഹാന്മാര് പറയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗി ഒരു ഡോക്ടറുടെ മുമ്പിൽ എങ്ങനെയാണോ നിൽക്കുക അതേപോലെ ആയിരിക്കണം ഒരു ഉസ്താദിന്റെ മുമ്പിൽ ശിഷ്യൻ ഉണ്ടാവേണ്ടത്. നമുക്ക് ആഖിറം വിജയിക്കണമെങ്കിലും നമുക്ക് തറക്കി കിട്ടണമെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഉസ്താദിന്റെ മുമ്പിൽ, ഒരു രോഗി ഒരു ഡോക്ടറുടെ മുമ്പിൽ എങ്ങനെയാണോ ഉണ്ടാകുക അതേപോലെ മഹാന്മാരൊക്കെ അങ്ങനെയാണ്, സ്വഹാബത്തൊക്കെ അങ്ങനെയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു ഹദീസ് കിട്ടാൻ വേണ്ടി മഹാന്മാരെ സമീപിച്ച സംഭവങ്ങളൊക്കെ കാണാം. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു ഇൽമ് അന്വേഷിച്ചു കൊണ്ടുപോയി. ബഹുമാനപ്പെട്ടവർ വരുമ്പോൾ മൂപ്പര വാഹനത്തിന്റെ കുതിരയുടെ അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ മൂക്കുകയറ് പിടിച്ച് അങ്ങനെ ഉസ്താദ് ഇറങ്ങി അവരെ ബഹുമാനിച്ച് ആദരിച്ച സംഭവം ഹദീസുകളിൽ കാണാം. ഉസ്താദുമാരെ എല്ലാ നിലക്കുള്ള വലിയ അളമത്തിന്റെ കണ്ണുകൊണ്ട് കാണുക എന്നുള്ളത് ഒരു മുതഅല്ലിമിന്റെ വലിയ ക്വാളിഫിക്കേഷനാണ്. മഹാന്മാരിൽ നിന്നുള്ള ചില ആളുകൾ, ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹുവിന്റെ സംഭവം പറഞ്ഞിടത്ത് തന്നെ കാണാം. ഉസ്താദിന്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു സദഖ ആർക്കെങ്കിലും കൊടുക്കും. രണ്ട് വിഷയത്തിന്: ഒന്ന്, ഉസ്താദിന് എന്തെങ്കിലും അയ്ബുണ്ടെങ്കിൽ എനിക്ക് നീ കാണിച്ചു തരരുത്, എന്റെ അയ്ബ് ഉസ്താദിനും കാണാൻ പാടില്ല. കാരണം ഉസ്താദിന്റെ ഖൽബിൽ എന്നോട് എന്തെങ്കിലും ഒരു വെറുപ്പ് വന്നാലോ എൻ്റെ അക്ക പോയി. അതില്ലാതിരിക്കാൻ വേണ്ടി സ്വതക്ക ചെയ്ത് ഉസ്താദുമാരടുത്തേക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും സ്വതക്ക ചെയ്ത് ഉസ്താദുമാരടുത്ത് പോയ മഹാന്മാരെ കുറിച്ച് കാണാം. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഓതുന്ന സമയത്ത് അവിടുന്ന് പാലിച്ച അദബ് കിതാബുകളിൽ കാണാം. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഉസ്താദിന്റെ മുമ്പിൽ പേജ് മറിക്കുമ്പോൾ വളരെ റഖീഖായ നിലക്കാണ് പേജ് മറിക്കുക. ഈ പേജിന്റെ ശബ്ദം, മറിക്കുന്ന ശബ്ദം ഉസ്താദ് കേൾക്കരുത് എന്നുള്ള അത്രയും അദബ്. ചിന്തിച്ചു നോക്കി, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഈ ഉന്നതമായ സ്ഥാനത്ത് എത്തിയിട്ടില്ലെങ്കിൽ അത്ഭുതമല്ലേ? അത്രത്തോളം വലിയ അദബ്. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ കുറെ കിതാബിൽ നോക്കിയത് വരുത്തിക്കാൻ വേണ്ടി നമ്മൾ വളരെ സില്ലിയായി കാണുന്ന വിഷയമായിരിക്കും. മഹാന്മാർ പറയുന്നത് അങ്ങനെ അങ്ങ് കേട്ടാൽ നമുക്ക് വലിയ നാട്ടാണ്. എൻ്റെ ഉപ്പ അതേപോലെ തന്നെ കണ്ണൂരുള്ള വേറൊരു ആലിമും പാപ്പിനിശ്ശേരി ഹസൻ ഹസ്രത്ത് ഉസ്താദിനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ പോയ സമയത്ത് ബഹുമാനപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കുക. ഞാൻ നേരത്തെ അബൂ യസീദുൽ ബിസ്താമി തങ്ങളെ കുറിച്ച് പറഞ്ഞ പോലെ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മൂപ്പര് വിളിച്ചു. അപ്പോൾ ടി ഉസ്താദിന് ബഹുമാനപ്പെട്ടവർക്ക് നോമ്പുണ്ടായിരുന്നു. മൂപ്പര് പറഞ്ഞു, എനിക്ക് നോമ്പുണ്ട്, ഭക്ഷണം വേണ്ട. അപ്പം ഹസൻ ഹസ്രത്ത് പറഞ്ഞു, ഇപ്പം കഴിച്ചോ, പിന്നെ ഭക്ഷണം കിട്ടലുണ്ടാവില്ല, കഴിച്ചോ. ഉപ്പ വേഗം കയറ്റി ഉപ്പ മൂപ്പരം കൂടി ഭക്ഷണം കഴിച്ചു. ആ മൂപ്പർക്ക് അന്ന് നോമ്പായതുകൊണ്ട് നോമ്പ് മുറിക്കണ്ട എന്നുള്ള നിലക്ക് ഭക്ഷണത്തിന് കൂടിയില്ല. അന്ന് മൂപ്പർക്ക് നോമ്പ് മുറിക്കാൻ വെള്ളം മാത്രം, പിറ്റേന്ന് വരെ ഫുഡ് ഒന്നും കിട്ടിയിട്ടില്ല. ചെറിയൊരു മഹാന്മാരെ ചെറിയൊരു വാക്കാണ്. എന്നെ കണ്ട നോമ്പെല്ലാം മുറിച്ചേക്കണ്ട കേട്ടാ ഞാൻ പറഞ്ഞത്. അപ്പൊ ചിലപ്പോ ചില മശായിഖുമാര്, നമ്മുടെ ഉസ്താദുമാരുടെ വാക്കുകളൊക്കെ വലിയ വാക്കുകളായിരിക്കും. അപ്പൊ അവരോടുള്ള അദബുകൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഉസ്താദുമാർക്ക് വേണ്ടി ദ്വാരക്കുക എന്നുള്ളത് ഒരു മുതഅല്ലിമിന്റെ വലിയ അദബാണ്. ഉസ്താദുമാർക്ക് ദ്വാരക്കുക.
മഹാന്മാരെ ചരിത്രങ്ങളൊക്കെ ധാരാളം പറയാനുണ്ട്, ഞാൻ കൂടുതൽ പറയുന്നില്ല. അതേപോലെ തന്നെ ഉസ്താദിന്റെ മക്കളെ നമ്മൾ പരിഗണിക്കുക, കുടുംബക്കാരെ പരിഗണിക്കുക. അതേപോലെ തന്നെ ഉസ്താദിൻ വഫാത്തായിട്ടുണ്ടെങ്കിൽ ഉസ്താദിന്റെ ഖബർ സിയാറത്ത് ചെയ്യുക, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക, ഉസ്താദുമാർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുക. മരണപ്പെട്ടു പോയ ഉസ്താദുമാരാണെങ്കിൽ അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുക. ഇങ്ങനെ തുടങ്ങി ഉസ്താദുമാരോട് കാണിക്കേണ്ട അദബുകൾ ഇനിയുണ്ട്. ഉസ്താദുമാർ ചിലപ്പോൾ നമ്മളോട് ചൂടാവും അല്ലേ? അപ്പൊ പിന്നെ അത് ഉസ്താദ് എന്നോട് ചൂടായി, അത് നമ്മളെ കൽബിൽ വെച്ച് ഇങ്ങനെ നടക്കും. എത്രയോ സംഭവങ്ങളുണ്ട്. പക്ഷെ ഉസ്താദുമാര് നമ്മളോട് ദേഷ്യം പിടിച്ചാലും ചൂടായാലും നമ്മൾ അത് നമുക്കുള്ള ഹൈറാണ് എന്ന് മനസ്സിലാക്കി സബറോടുകൂടി നിൽക്കുക എന്നുള്ളത് ഒരു മുതഅല്ലിമിന്റെ വല്ലാതമാണ്. കാരണം നമ്മളെ നഖീസായ മോശമായ കാര്യം മാറ്റിത്തരാനാണ് നമ്മൾ ഉസ്താദ്. ആ ഉസ്താദ് നമ്മളോട് ദേഷ്യം പിടിക്കുമ്പോൾ നമ്മൾ അത് ഒരു നിഅമത്തായി കാണണം. അൽഹംദുലില്ലാഹ്, എന്നെ ശ്രദ്ധിക്കുന്ന ഉസ്താദാണല്ലോ, എന്നോട് ചൂടായി എന്നല്ല, എൻ്റെ നന്മക്ക് വേണ്ടിയല്ലേ, എന്നെ ശ്രദ്ധിക്കുന്ന ഉസ്താദാണല്ലോ. അപ്പൊ അൽഹംദുലില്ലാഹ് എന്നാ പറയണം. ഉസ്താദിന്റെ മുഖത്ത് നോക്കി ചൂടാകുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞേക്കല്ല, വേറെ പറഞ്ഞാൽ ഉസ്താദ് ഇങ്ങനെ ചൂടാകും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഇപ്പോൾ കോട്ടൂർ ഉസ്താദിന്റെ ദർസിൽ ഒരാളുണ്ടായിരുന്നു. ഉസ്താദ് അയാൾക്ക് പേരിട്ട ഹംദ് മസ്താൻ. എന്തുണ്ടെങ്കിലും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അപ്പോൾ ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ ശരീക്കന്മാരുടെ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞൊരു അൽഹംദുലില്ലാഹ് എന്നാണ്, ഹംദ് മസ്താൻ എന്ന് പേര്. അപ്പോൾ ആ ഹംദ് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ചൂടം അൽഹംദുലില്ലാഹ് എന്ന് ഉസ്താദിനെ പറഞ്ഞേക്കണ്ട. അപ്പൊ ചുരുക്കത്തിൽ അങ്ങനെയുള്ള ഉസ്താദുമാരെ നമുക്ക് കിട്ടുക എന്നുള്ളത് ഒരു വലിയ തൗഫീഖാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മൾ ഉസ്താദുമാരുടെ റൂമിലേക്ക് കടക്കുമ്പോഴും ഉസ്താദുമാരോട് സമ്മതം ചോദിക്കുമ്പോഴൊക്കെ വലിയ അദബാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയി, മൂപ്പരെ വീട്ടിലേക്ക് പോയി. ഏതോ ഒരു ആയത്തുമായി ബന്ധപ്പെട്ട വിഷയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. വീട്ടിലേക്ക് പോയപ്പോൾ ബഹുമാനപ്പെട്ടവർ കിടക്കുകയാണ്, വീട് വാതിൽ അടച്ചിട്ടുണ്ട്. മൂപ്പര് വാതിൽ മുട്ടിയില്ല, കുറച്ച് കാത്തുനിന്നു, ഏകദേശം ഒരു ദിവസം കാത്തുനിന്നു. അപ്പൊ പിന്നെ തിരിച്ചുപോയി ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഈ വിഷയം അറിഞ്ഞ് എന്നിട്ട് ചോദിച്ചു, അല്ല എന്തേ വാതിൽ മുട്ടാതിരുന്നത് ചോദിച്ചു. വാതിൽ മുട്ടിക്കൂടേനു. അപ്പം മൂപ്പര് പറഞ്ഞു, അൽ ആലിമു ഫീ ഖൗമിഹി കന്നബിയ്യി ഫീ ഉമ്മത്തിഹി. ഒരു ആലിമ് ഒരു നബീന്റെ സ്ഥാനത്താണ്, ആ ഉമ്മത്തിലുള്ള നബിയുടെ സ്ഥാനാണ് ഒരു ജനതയിലുള്ള ആലിം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബിയുടെ വിഷയത്തിൽ പറഞ്ഞ എന്താ, വലു അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നവരെ കുറച്ച് സബൂറായി കാത്തു നിൽക്കുകയാണെങ്കിൽ അതാണ് അവർക്ക് ഖൈർ. ഇതേപോലെ ഉസ്താദുമാരെ വാതിൽ പോയിട്ട് അടിച്ച് നാട്ടിൽ പോകാൻ ചിലപ്പോൾ മുട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നാട്ടിൽ പോകാൻ ആഗ്രഹിച്ച് ഇങ്ങനെ നിൽക്കും, ഉസ്താദ് വായിലും തുറക്കുന്നുണ്ടാവില്ല. ഇവിടുത്തെ ഹാലെങ്ങനെയെന്ന് അറിയില്ല, കൃത്യമായ ലീവായതുകൊണ്ട് പിന്നെ മുട്ടേണ്ട ആവശ്യം വരില്ല. നമ്മളൊക്കെ മുത്താലിമായ സമയത്ത് പിന്നെ പോകണമെങ്കിൽ ചോദിക്കണം. അപ്പോൾ ഈ മുട്ടി 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 ആകെ ഹലാക്കിൻ്റെ അവർ. അങ്ങനെയല്ല, ഉസ്താദുമാർ പുറത്ത് വരുന്നവരെ കാത്തിക്കണം. അത് വലിയ അദബാണ്, നിങ്ങൾക്കൊക്കെ അറിയുന്ന സംഭവം തന്നെയാണ്. അതേപോലെ തന്നെ വളരെ വൃത്തിയോടുകൂടിയായിരിക്കണം ഉസ്താദിനോട്. ഉസ്താദിന്റെ റൂമിലേക്കും സബക്കിലൊക്കെ പ്രവേശിക്കുന്ന സമയം നല്ല വൃത്തിയായിരിക്കും. ഒരാൾക്ക് ഒരു തുണി ഉണ്ടാവും, ആ തുണി തന്നെ ബാത്റൂമിൽ പോകാനും ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും സബക്കിലിരിക്കാനും ചിലപ്പോൾ നിസ്കരിക്കാനും എല്ലാം ഒറ്റ തുണി. തീരെ വൃത്തി ഉണ്ടാവില്ല. വൃത്തി നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ഉസ്താദുമാരുടെ മുമ്പിൽ ഇരിക്കുന്ന ഇരുത്തം അതും നല്ല ഇരുത്തായിരിക്കും. ഉസ്താദ് ശിഷ്യന്മാരുടെ മുമ്പിൽ ഇരിക്കുന്ന ഇരുത്തല്ല, ശിഷ്യന്മാര് ഉസ്താദുമാരുടെ മുമ്പിലുള്ള ഇരുത്തം. ആ ഇരുത്തത്തിനും അദബുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അതേപോലെ തന്നെ ഉസ്താദുമാർ ഇരിക്കുന്ന സ്ഥലത്ത് പോയി ഇരിക്കുക. ഉസ്താദുമാരില്ലെങ്കിൽ ഉസ്താദുമാരുടെ മുമ്പിൽ ഇരിക്കൂല. ചിലപ്പോൾ ഉസ്താദുമാർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമുണ്ടാവും, ആ കസാരമേ തന്നെ ആയിരിക്കും ഞമ്മ സമയം കിട്ടുമ്പോൾ പോയി ഇരിക്കുക. ഉസ്താദുമാർ സബക്കെടുക്കുമ്പോൾ ഇരിക്കുന്ന കസേര ഉണ്ടാവും, അല്ലെങ്കിൽ ഉസ്താദുമാർ ഇരിക്കുന്ന കട്ടിലുണ്ടാവും, അല്ലെങ്കിൽ അതേപോലെ ഉസ്താദുമാർ ഉപയോഗിക്കുന്ന
വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് വലിയ അദബാണ്. അതുമായി ബന്ധപ്പെട്ട് കുറേ സംഭവങ്ങൾ നമുക്ക് പറയാൻ. ഉസ്താദുമാരോടുള്ള അദബും ബഹുമാനവും ആദരവും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുരോഗതിക്ക് വലിയ കാര്യമാണ്. അതേപോലെ തന്നെ ഉസ്താദുമാരോട് സംസാരിക്കുന്ന രൂപം, അതേപോലെ തന്നെ എന്തെങ്കിലും ഇഷ്കാല് ചോദിക്കുമ്പോഴുള്ള രൂപം, ഉസ്താദുമാർക്കുള്ള ഖിദ്മ, ഉസ്താദുമാരോട് കൂടെയുള്ള നടത്തം, ഇങ്ങനെ തുടങ്ങി ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ. ഒരു കിതാബിൽ കാണാം, ഉസ്താദുമാരോട് കൂടി രാത്രി ഒന്നിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഇതാ മശാമ ശൈഖ് ഫല്യകുൻ അമാമഹു ബില്ലൈൽ. ഉസ്താദുമാരോടുകൂടി നടക്കുകയാണെങ്കിൽ, രാത്രി നടക്കുകയാണെങ്കിൽ മുമ്പിൽ നടക്കുക, പകലാണെങ്കിൽ ബേക്കിൽ നടക്കുക. ഇല്ലാ യഖ്തദിയൽ ഹാലു ഖിലാഫ. ചില നാടിലും ചില സ്ഥലങ്ങളിലൊക്കെ അദബ് നേരെ എതിരായിരിക്കും. ഉസ്താദ് മുമ്പിലായിരിക്കും, ശിഷ്യന്മാർ ബേക്കിലായിരിക്കും. സാധാരണഗതിയിൽ ഇങ്ങനെയുണ്ട് എന്ന് ഒരു കിതാബിൽ കാണാം. അപ്പൊ ഉസ്താദുമാരോടും കൂടെ നടക്കുമ്പോൾ എങ്ങനെ നടക്കണം, ഇരിക്കൽ എങ്ങനെ, അവരോടുള്ള സമ്മതം ചോദിക്കൽ എങ്ങനെ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതൊക്കെ ശ്രദ്ധിക്കാനും മറ്റൊക്കെയുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഉസ്താദുമാരുടെ മുമ്പിൽ വലിയ തവാദു നമുക്ക് വേണം. തവാദു ചെറുതൊന്നുമല്ല, വലിയ തവാദു, താഴ്മ നമുക്ക് നല്ലോണം വേണം. ബഹുമാനപ്പെട്ട മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു, ബുഖാരി തങ്ങളെ കാണാൻ വേണ്ടി പോയി. കണ്ട ഉടനെ തന്നെ ബുഖാരി ഇമാമിന്റെ കണ്ണിന്റെ അടയിൽ ചുംബിച്ചു. പിന്നെ എന്നിട്ട് ബഹുമാനപ്പെട്ട പറഞ്ഞു, ദഅനി ഉഖബ്ബിലു റിജ്ലൈക യാ ഉസ്താദ് അൽ അസാത്തി. ഉസ്താദെ, തങ്ങളെ കാലി ചുംബിക്കാൻ വേണ്ടിയിട്ട് സമ്മതം തരണം എന്ന് പറഞ്ഞൊരു സംഭവം. ഉസ്താദുമാരുടെ മുമ്പിൽ അത്ര തവാദു നമുക്ക് പോകണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല വലിയ തൗഫീഖ് നമുക്ക് തരും. കൈപിടിച്ച് മുത്തുക, അതേപോലെ തന്നെ അവരെ ചെരുപ്പ്, ഇങ്ങനെ തുടങ്ങിയുള്ള ഖിദ്മ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാദിമുൻ അലൈനിയ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെരുപ്പ്, മുത്തുനബി ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ചെരുപ്പ് കഴിച്ചിട്ടായിരിക്കുക. ചെരുപ്പോട് കൂടി മജ്ലിസിൽ ഇരിക്കൂല. അപ്പൊ ചെരുപ്പ് കഴിച്ച് ഇരിക്കുമ്പോ ബഹുമാനപ്പെട്ടവര് ആ ചെരുപ്പ് എടുത്തിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടത് ഭാഗത്ത് എഴുന്നേറ്റ് പോകുമ്പോൾ ചെരുപ്പ് വെച്ചു കൊടുക്കും. അപ്പൊ ആ ഖിദ്മ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഖിദ്മ തന്നെയാണ് സ്വഹാബത്ത് നമുക്ക് കാണിച്ചു തന്ന ഖിദ്മയാണ്. അതൊന്നും ഖുറാഫാത്തും രണ്ടാം നമ്പറൊന്നും അല്ല. എത്രത്തോളം നമുക്ക് ഖിദ്മയും അദബും നമുക്ക് പറ്റുമോ അൽഹംദുലില്ലാഹ് നമ്മൾ കഴിച്ചലായി. ഇല്ലേ, പ്രയാസം തന്നെയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഉസ്താദ് വഫാത്തായ സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു വലിയ അദബുള്ള ആളാണ്. ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദ് വഫാത്തായി. ഉസ്താദിന്റെ ജനാസയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനത്തിലാണ് ഇദ്ദേഹം ഉള്ളത്. അപ്പൊ ആരോ ഒരാള് എന്തോ ഒരു മസ്അല ചോദിച്ചു. അപ്പൊ ഉസ്താദ് അടുത്ത് തന്നെ ഉണ്ട്. ഉസ്താദിന്റെ ജീവിതകാലത്ത് വലിയ അദബ് കാണിച്ച ആളാണ് ഇദ്ദേഹം. അപ്പൊ ബഹുമാനപ്പെട്ടവരോട് മസ്അല ചോദിച്ചപ്പോ പറഞ്ഞ്, ഞാനിപ്പം മസ്അല പറയാൻ ഉസ്താദല്ലേ ഇവിടെ കിടക്കുന്നത്, ഉസ്താദിന്റെ ഖബർ അടക്കത്തിന് ശേഷം ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഉസ്താദിന്റെ ഹൈബത്തും ആ ഉസ്താദിന്റെ ആ അളമത്തും മനസ്സിലാക്കി വഫാത്തായ സമയത്തും ഉസ്താദിനെ പരിഗണിച്ചു എന്നാണ്. നമ്മ ഉസ്താദിന്റെ മുമ്പിൽ നല്ല ഉഷാറായിക്കും. ഉസ്താദ് അപ്പുറം പോയി കഴിഞ്ഞാൽ നമ്മളെ ഉസ്താദ് നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു കോലായി. ഉസ്താദ് ഉള്ളപ്പോ സംഭവമായി. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ് കാണട്ടെ കാണാതിരിക്കട്ടെ, നമുക്ക് അദബ് അതാണ് വലുത്. നമ്മൾ ഉസ്താദുമാരാണ്, നമ്മളെ ഹിദായത്ത് ഏൽപ്പിച്ചത് നമ്മൾ ഉസ്താദുമാരെയാണ്. ആ ഉസ്താദുമാരെ എത്രത്തോളം നമ്മൾ തഅദീമ് ചെയ്യുന്നുണ്ടോ, ഖിദ്മ ചെയ്യുന്നുണ്ടോ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ വിജയം സുനിശ്ചിതാണ്. ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് ഇത് ശ്രദ്ധിച്ചാൽ മഹാന്മാരായ ഉലമാ ശ്രദ്ധിച്ച കുറെ കാര്യങ്ങൾ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഒരു നാട്ടിലേക്ക് പോയി. ആ നാട്ടിൽ പോയ സമയത്ത് ബഹുമാനപ്പെട്ടവരുടെ കൂടെ ഒന്നിച്ചുണ്ടായ ഒരു ശിഷ്യനുണ്ടായി. അപ്പൊ മൂപ്പരോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന വിഷയത്തിൽ ഒരു കിതാബ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് പറഞ്ഞപ്പോ മൂപ്പരത് കേട്ടു. ആ വിഷയവുമായി ബന്ധപ്പെട്ടൊരു കിതാബ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് മൂപ്പര് ആ കിതാബ് ഉണ്ടാക്കി. കിതാബ് ഉണ്ടാക്കിയിട്ട് ഉസ്താദിന്റെ മുമ്പിൽ
കൊണ്ടു കൊടുത്തു. അപ്പോൾ ഉസ്താദ് ഒരു കസാരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉസ്താദ് അതിൽ നിന്ന് ഇറങ്ങി, എന്നിട്ട് ഈ ശിഷ്യനോട് പറഞ്ഞ് ഇവിടെ ഇരിക്കുക. എന്നിട്ട് മൂപ്പര് തറയിലിരുന്നു. ആര്? ഫഖ്റുദ്ദീൻ. ഈ കുട്ടി, ഈ മുത്തഅല്ലിം, ഈ ശിഷ്യ ഒരു നിലക്കും മുകളിലേക്ക് ഇരിക്കുന്നില്ല. ഉസ്താദ് ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ വല്ലാത്ത ദേഷ്യം പിടിച്ചപ്പോ മൂപ്പരാടി ഇരുന്ന്. ഈ ശിഷ്യന് 34 വയസ്സാണ്, റാസി ഇമാമിന് 63 വയസ്സ്. അപ്പോൾ എന്നിട്ട് ഓതി തരാൻ വേണ്ടി. അപ്പോൾ ഈ ശിഷ്യൻ ഉണ്ടാക്കിയ കിതാബ് ഓരോന്നോരോന്നായി ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ബഹുമാനപ്പെട്ടവർ ഓരോ ഇഷ്കാല് ചോദിച്ചു, ഒരു ജവാബ് പറഞ്ഞു, ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് ഈ സബക്ക് അങ്ങ് കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇനി എന്താക്കാം, നിങ്ങൾക്ക് ഇവിടുന്ന് എഴുന്നേക്കാം, പ്രശ്നമില്ല. ഇതുവരെ നിങ്ങൾ എൻ്റെ ഉസ്താദാണ്, നിങ്ങൾ എനിക്ക് ഇൽമു പറഞ്ഞു തരികയാണ്. നിങ്ങളെ ഞാൻ ബഹുമാനിക്കണം, ആദരിക്കണം. നേരെ പകുതി വയസ്സുള്ള ശിഷ്യന് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ ഉസ്താദാണ് എന്നുള്ള നിലക്ക് ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഈ ശിഷ്യനെ ബഹുമാനിച്ചു. ഇതൊക്കെ നമുക്ക് പാടാണ്. എന്താണ്? നമുക്ക് ഇൽമു പറഞ്ഞു തരുന്ന ഉസ്താദുമാരോടുള്ള അദബ്, അത് നമ്മുടെ ജീവിതത്തിന്റെ തറക്കിയുടെ വലിയ കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതൊക്കെ ശ്രദ്ധിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. നമുക്ക് ഇൽമു പഠിക്കുന്ന കിതാബ്, ആ കിതാബുമായി ബന്ധപ്പെട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പറ്റുന്ന കിതാബുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കണം. ഒരു മുതഅല്ലിം കഴിവിന്റെ പരമാവധി ഓതുന്ന കിതാബുകളും അതുമായി ബന്ധപ്പെട്ട കിതാബുകളൊക്കെ സംഘടിപ്പിക്കൽ കിതാബിനോടുള്ള അദബാണ്. ആരെങ്കിലും കിതാബ് ഒപ്പിച്ചിട്ട് ഇനിയിപ്പോ എന്തായാലും ഇതിൽ കൂടി ഇനിയിപ്പോൾ ഒപ്പിക്കണ്ടേ എന്നുള്ള ആൾക്കല്ല, നമുക്ക് കിതാബുകളൊക്കെ വേണം. കിതാബ് സംഘടിപ്പിക്കുക എന്നുള്ളത് ഒരു മുതഅല്ലിമിന്റെ ഒരു ബാധ്യതയാണ്. കിതാബിനോട് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യമുണ്ട്. കിതാബ് വെക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഓരോ കിതാബിനും ഓരോ കിതാബിൻ്റെതായ സ്ഥാനമുണ്ട്. മഹാന്മാർ പറയുന്നു മുസ്ഹഫ് ഏറ്റവും മുകളിൽ, പിന്നെ ഹദീസ് മാത്രമുള്ള കിതാബുകൾ, പിന്നെ തഫ്സീറുൽ ഖുർആൻ, പിന്നെ തഫ്സീറുൽ ഹദീസ്, പിന്നെ ഉസൂലുദ്ദീൻ, ثم أصول الفقه، ثم النحو، ثم الصرف، ثم أشعار العرب، ثم العروض. കിതാബുകൾ വെക്കുന്നതിന് തർത്തീബുണ്ട് എന്നർത്ഥം. ഏറ്റവും മുകളിൽ മുസ്ഹഫ് തന്നെയാണ്. പിന്നെ ഹദീസ് മാത്രമുള്ള കിതാബുകൾ ഹദീസിന്റെ, പിന്നെ തഫ്സീറുൽ ഖുർആൻ, പിന്നെ ഹദീസിന്റെ വിശദീകരണം, പിന്നെ ഉസൂലുദ്ദീൻ, അഖായിദ് തുടങ്ങിയ കിതാബുകളൊക്കെ നമ്മൾ അതിൻ്റെതായ, പിന്നെ ഉസൂലുൽ ഫിഖ്, പിന്നെ ഫിഖ്ഹിന്റെ കിതാബുകൾ, പിന്നെ നഹവ്, പിന്നെ സർഫ്, പിന്നെ കവിതകളുടെ സമാഹാരങ്ങളൊക്കെ ഉള്ള അശ്ആറുൽ അറബ്, പിന്നെ അറൂദ്, ഇങ്ങനെ തുടങ്ങി കിതാബ് വെക്കുന്നിടത്തും മഹാന്മാര് തർത്തീബ് പറഞ്ഞു. ഇനി ഒരു കിതാബ് ഫൈനിസ്തവാ കിതാബാൻ ഫീ ഫന്നിൻ, ഒരൊറ്റ വിഷയത്തിൽ 2 കിതാബുകൾ. എന്നാ പിന്നെ ഏതാണ് ഈ കൂട്ടത്തിൽ ഈ 2 ഒരേ ഫന്നിലുള്ള 2 കിതാബുകളുടെ ഏത് കിതാബിനെയാ മുന്തിക്കേണ്ടത്? അത് ഈ കൂട്ടത്തിൽ ഖുർആൻ ഹദീസ് ഏതിലാണ് അധികം ഉള്ളത് നോക്കുക. ഈ ഫന്നിന്റെ കിതാബ് തന്നെ ആവുമ്പോൾ തന്നെ ഏതിലാണ് ഖുർആൻ അധികം ഉള്ളത്, ഏതിലാണ് ഹദീസ് അധികം ഉള്ളത് നോക്കി അതിനെയാണ് മുന്തിക്കേണ്ടത്. ഇനി 2 ഒരേപോലെ തന്നെയാണോ? എന്നാൽ അത് എഴുതിയ മുസന്നിഫിന്റെ ജലാലത്ത്, ഇതിന്റെ മുസന്നിഫ് ഇന്നാളാണ്, അത്ര സ്ഥാനത്തല്ല മറ്റേതിന്റെ മുസന്നിഫ്. അപ്പോ ആ മുസന്നിഫിന്റെ ഖദർ അനുസരിച്ചുകൊണ്ട് ആ കിതാബിനെ മുന്തിക്കണം. 2 ഉഷാറുള്ള ആൾ തന്നെയാണ് രചിച്ചതെങ്കിലോ ഉലമാ സുലഹാ കൂടുതൽ ഉപയോഗിക്കുന്ന കിതാബ് ഏതാ നോക്ക്, അതാണ് മുന്തിക്കേണ്ടത്. 2 ഒരുപോലെ തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നതാണെങ്കിലോ ആ കൂട്ടത്തിൽ ഏറ്റവും അസഹ് അതിനെയാണ് മുന്തിക്കേണ്ടത്. എന്റെ അപ്പുറം ചോദിച്ചേക്കണ്ട, മനസ്സിലായി? മറ്റേതാകുമ്പോ ഖിയാർ ചെയ്യുക, ഇതും അതേപോലെ തന്നെയാണെങ്കിൽ ഖിയാർ ചെയ്യുക. അപ്പൊ കിതാബ് വെക്കുന്നിടത്ത് വരെ നമ്മെ സംബന്ധിച്ചിടത്തോളം അദബുകൾ പാലിക്കേണ്ടതുണ്ട്.
കിതാബ് കടക്കുന്ന കട്ടുമ്മലും കിതാബ്, കസാരമ്മലും കിതാബ്, അതിൻ്റെ മുകളിൽ നമ്മൾ ഇരിക്കുക. എത്രയോ സൂലതുകളൊക്കെ നടന്ന സംഭവങ്ങൾ പറയാനുണ്ട്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം കിതാബുകൾ, അതിനോടുള്ള അദബുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഒരു മുതഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം പഠനം വളരെ അഹമായ വിഷയമാണ്. ആദ്യം പഠിക്കേണ്ടത് ഒന്ന് നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഫുറൂദുകളൊക്കെ ഫർദുകളൊക്കെ റെഡിയാവാൻ ആവശ്യമായ നിസ്കാരത്തിൻ്റെ ഇങ്ങനെ തുടങ്ങിയതൊക്കെ നമ്മൾ ആദ്യം റെഡിയാക്കണം. അതന്നെയാണ് നമ്മൾ ഉസ്താദുമാരൊക്കെ ശ്രദ്ധിക്കാറുള്ളത്. പിന്നെ ഫന്നുകൾ ഇഷ്ടം പോലെ ഏതെല്ലോ ഫന്നുകൾ തുടങ്ങലല്ല. ബഹുമാനപ്പെട്ട അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യജിബു അലൽ മുതഅല്ലിം, ഒരു മുതഅല്ലിമിന്റെ മേൽ നിർബന്ധമാണ് ആദ്യമായി പഠിക്കേണ്ടത് സർഫുൻ നഹ്വാണ്. ആദ്യം സർഫ്, പിന്നെ നഹ്വ് അല തർത്തീബ്. ആദ്യം മീസാന് നമ്മൾ ഉസ്താദുമാരൊക്കെ തുടങ്ങി തരുന്ന അതുകൊണ്ട് തന്നെയാണ്. സർഫ് നല്ല വൃത്തിക്ക് പഠിക്കണം, നഹ്വും പഠിക്കണം. അപ്പൊ ഞമ്മ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു കൊല്ലം ഓതിയ കുട്ടി പിറ്റേന്ന് നോക്കുമ്പോൾ ഫത്തുൽ മീനും അൽഫിയും. അപ്പൊ ഇവൻ ബാക്കി എന്താ ഓതീനോ ഒന്നും അടിച്ച് ബില്ലാക്കലാണ്, അടിച്ച് വിടല്. ഒരു കുട്ടി ഫത്തുൽ മീൻ അൽഫി ഓതിയിട്ട് ആ കുട്ടിന്റെ രക്ഷിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, 5-6 കൊല്ലായി ഒരു ദർസിൽ അൽഫിയ ഫത്തുൽ മീൻ, ഓനിക്ക് കോളേജിൽ പോകണം ഉസ്താദ്, കോളേജിൽ പോകേണ്ട കിതാബ് ഉസ്താദ് ഓതി കൊടുക്കോ, അടുത്ത കൊല്ലം എനിക്ക് കോളേജിൽ പോകണം. നമ്മൾ CM മർക്കസുള്ള സമയത്ത് ചിലപ്പോൾ സെലക്ഷനിലൊക്കെ പല ആളും വരും. കുറെ കച്ചവടം ചെയ്തിട്ടുള്ള ആള് ബിരുദത്തിന് വേണ്ടി. അപ്പൊ ഉസ്താദ് ശ്രദ്ധിക്കാണ്ട് നമ്മൾ ഉസ്താദുമാരൊക്കെ ശ്രദ്ധിക്കും. അപ്പൊ ഒരാളോട് ഞാൻ ചോദിച്ചു, ഖുതുബി ഓതിനോ? ഓതിക്കണം. അപ്പോ അതിൽ നിസ്കാരത്തിന്റെ ബാബ് ഓതിനോ ചോദിച്ചു. അവർ ഇല്ല, വുദൂവിന്റെ ബാബ് വരെ ഓതിയിട്ടില്ല. ഈ ഖുതുബി എന്താന്ന് വരെ തിരിഞ്ഞിട്ടില്ല. മന്തിഖിന്റെ ഫന്നാണല്ലോ. അപ്പോ നിസ്കാരത്തിന്റെ ബാബ് ഇല്ല, നിസ്കാരത്തിന്റെ ബാബില്ല, വുദൂവിന്റെ ബാബ് വരെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വേഗം ഓതിപ്പോക്കല്ല. ആ ഓതിയ വിഷയമൊക്കെ നമുക്ക് നല്ല തറയുണ്ടാണ്. പഠിക്കുന്ന സമയത്തെ ഒരു മുദരിസാവണമെന്ന് ഒരാഗ്രഹം ഉണ്ടാണ്. സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല, ഇൽമ് നശ്ർ ചെയ്യാനുള്ള ഒരു തൗഫീഖ് കിട്ടണമെന്ന് ചെറുപ്പത്തിലേ ആഗ്രഹിക്കും. ഞാൻ മുത്തഅല്ലിമായ സമയത്ത് നല്ലോണം ആഗ്രഹിച്ചു. എൻ്റെ ജ്യേഷ്ഠൻ, നമ്മളെ മൗലൂസായിൻ്റെ ഉപ്പ, ഞാൻ മുത്തഅല്ലിമായ സമയത്ത് 1-2 കത്തുകൾ, ജ്യേഷ്ഠ അന്ന് ഗൾഫിലെ 1-2 കത്തുകൾ, ആ കത്ത് എനിക്ക് ഇപ്പോൾ എൻ്റെ കൽബിൽ ഇങ്ങനെ. അന്നേരം 8ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കും. അപ്പോൾ ജ്യേഷ്ഠൻ്റെ ഒരു കത്തുണ്ടായിരുന്നു, മദീൻ നല്ല നിലക്ക് പഠിക്കണം, നല്ലോണം കിതാബ് ഓതി പഠിക്കണം, ഭാവിയിൽ നല്ലൊരു മുദരിസാവണം, അങ്ങനെ തുടങ്ങി കുറച്ച് ഉപദേശങ്ങളുള്ളൊരു കത്ത്. സുബ്ഹാനല്ലാഹ്, അതെപ്പോൾ കൽബിലുണ്ടാവും. നമ്മൾ ചെറുപ്പത്തിലേ ആഗ്രഹിക്കുക, എനിക്ക് ഇൽമിൻ്റെ അഹ്ലുകാരനാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിന് ഇപ്പം എന്താ പ്രശ്നമുണ്ടോ? ചോദ്യം ചെയ്യോ? ആഗ്രഹിച്ചു. നമുക്കൊക്കെ വേണ്ട ഈ ഫീൽഡിൽ തന്നെ നമ്മൾ വലിയ കഴിവുള്ള ആളുകളായി തീരാനുള്ള വലിയ ആഗ്രഹത്തോടു കൂടി ആയിരിക്കണം നമ്മൾ ഇൽമു പഠിക്കേണ്ടത്. ആയാലായി എന്നല്ല, ഞാൻ ആകും. അതിൻ്റെ അപ്പുറത്തെ ഫضല് വേറെ ഇല്ല. എപ്പോൾ എങ്ങനെയാ നമ്മളെ മരണം എന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പം നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ തൗഫീഖ് നൽകി ഇൽമു പഠിക്കാനുള്ള ഈ ഒരു ഫീൽഡിലേക്ക് ആക്കി എന്നുള്ളത് വലിയ തൗഫീഖാണ്. ചെറുതൊന്നല്ല, നമ്മൾ മരിച്ച് ഖബറിലെത്തിയാലേ അത് തിരിയും. ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ ചുറ്റുഭാഗത്തുള്ള കുട്ടികളൊക്കെ ഏതെല്ലാം കോലത്തിലാണ്, ഏതെല്ലാം രൂപത്തിലാണ് ജീവിക്കുന്നത്. ഗെയിമിന് അടിമകളായ കുറേ കുട്ടികൾ, പലതിനും അടിമകളായ കുട്ടികൾ. അല്ലാഹുവിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് നമുക്ക് നിസ്കാരം ഖളാ ആവാതെ കുറേയൊക്കെ ഹറാമിൽ നിന്ന് മാറി നിന്ന് ഇൽമുമായി ബന്ധപ്പെട്ട് നമ്മളെ നല്ല പ്രായം, ആ യുവത്വകാലം അള്ളാഹിന്റെ ദീൻ പഠിക്കാനുള്ള ഒരു അവസരം അള്ളാഹു നമുക്ക് തെരഞ്ഞെടുത്ത് തന്നെന്ന് പറഞ്ഞാൽ ആ നിഅമത്ത് ചെറുതാണോ? ഒരിക്കലും അല്ല. അപ്പൊ നമ്മൾക്ക് ആ ഒരു നിഅമത്ത് നമ്മൾ അൽഹംദുലില്ലാഹ് നല്ലോണം ഹംദ് ചെല്ലണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. യാ അല്ലാഹ് മൗലായ സ്വല്ലി വ
يا ربي مولاي صل അപ്പം സർഫ് നഹ്വ് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഫന്നാണ്. അത് റെഡിയായാൽ അല്ലാഹു സുബ്ഹാനഹു തആല ബാക്കിയുള്ള ഭാഗത്തേക്ക് നമുക്കൊരു തൗഫീഖ് അങ്ങ് തരും. അധ്വാനിക്കണം, നല്ലോണം അധ്വാനിക്കണം. നല്ല ഉസ്താദുമാരാണ് ഇവിടെയുള്ള ഉസ്താദ്. നിങ്ങൾക്ക് നല്ലോണം മുതലാക്കാൻ പറ്റി. ഇവിടുത്തെ ഭക്ഷണവും അങ്ങനെ തന്നെ, മറ്റുള്ള സ്ഥാപനങ്ങളെ പോലെയല്ല, മറ്റുള്ള പിരിവുകളോ ഒന്നും അല്ലാതെ. ഇപ്പോൾ അങ്ങനെ തന്നെയല്ലേ ഉസ്താദ്? ആ നിലക്ക് വളരെ നല്ല ഹലാലായ നല്ല ഭക്ഷണം. അതൊരു ഇൽമു പഠിക്കുന്ന മുത്താലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പോസിറ്റീവായ കാര്യം. അത് നമുക്ക് അള്ളാഹു അനുകൂലാക്കി തന്നു. നല്ല ഉസ്താദുമാരെയും നമുക്ക് ഇവിടെ കിട്ടും. അപ്പം നിങ്ങൾ മുതലാക്കണം ഉസ്താദുമാരെ. അവരേൽ നല്ല ഉലൂമുകളുണ്ട്. നല്ലോണം നമ്മൾ അധ്വാനിക്കും, ഉസ്താദുമാർക്കും അതിന് ഇൻട്രസ്റ്റ് ഉണ്ടാവും. മറ്റേത് ഓർ കുറേ കിതാബെല്ലാം നോക്കി റെഡിയാക്കി വന്ന് പിന്നെ എന്നോട് ചോദിക്കുമ്പോൾ പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സാലിം ഖുർആനിയാണ് മുസന്നിഫ് എന്നെല്ലാം പറഞ്ഞാൽ പിന്നെ ഇതുപോലത്തില്ല നമ്മളെ ഹാലുണ്ടായാലും. അപ്പം നമ്മൾ അധ്വാനിക്കുക തന്നെ, ഒരു വിപ്ലവം നമ്മൾ സൃഷ്ടിക്കണം. പഠിക്കുക തന്നെ, നല്ലോണം അധ്വാനിച്ച് പഠിക്കുക, വായിച്ച് പഠിക്കുക, ഓതി പഠിക്കുക. ഞാനിപ്പോൾ വല്ല ഒന്നും അല്ലെങ്കിലും പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒച്ചയാക്കലാണ്. ഓത് തന്നെ, നല്ലോണം ഓതുക, അധ്വാനിച്ച് പഠിക്കുക. നമ്മൾ ഉസ്താദുമാരൊക്കെ ഓതുന്ന സമയത്ത്, എൻ്റെ ഉസ്താദുമാർ പഠിക്കുന്ന സമയത്ത് തന്നെ അവരെ കുറിച്ച് പറയാക്കുക. രാത്രി ഓതി ചിലപ്പോൾ സുബി വരെ അങ്ങനെ തന്നെ മുദാക്കർ അങ്ങനെ അങ്ങ്. അങ്ങനെയൊന്നും നമുക്ക് വേണ്ട. കുറച്ച് ഉള്ള സമയം നമ്മൾ അധ്വാനിച്ചാൽ കിട്ടും, ഉറപ്പാണ്. പക്ഷെ നമ്മളുടെ അടുത്ത് അധ്വാനമില്ല. ഒന്ന് നോക്കുക, നമ്മുടെ ഉപ്പ പറയലുണ്ട്, സബക്കിന് പോകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം നോക്കുക. എടുക്കേണ്ട ഭാഗം, എടുത്ത ഭാഗമല്ല, എടുക്കേണ്ട ഭാഗം സബക്കിന് പോകുന്നതിന് മുമ്പ് ഒന്ന് നോക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് വായിച്ചു നോക്കുക. സബക്ക് നല്ലോണം ശ്രദ്ധിക്കുക. സബക്ക് കഴിഞ്ഞിട്ട് ഉടനടി അത് വായിക്കുക. എന്നാൽ അവൻ്റെ കൽവിൽ നല്ല തറയാവും. മറ്റൊരു കാര്യമുണ്ട്, എന്താ അറിയോ, നമ്മൾ ആദ്യം ഒന്ന് നോക്കിയിട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഉസ്താദ് പറഞ്ഞു എന്ന് അറിയുമ്പോൾ നമുക്കൊരു സമാധാനം, ഒരു സന്തോഷമല്ലേ? ഇല്ലേ? ഇനി അല്ലെങ്കിലോ അപ്പൊ എനിക്ക് പേച്ചത് അവിടെയാണ് എന്ന് തിരിയും. ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, ഉസ്താദ് പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോൾ അതങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ബസീറത്ത് കിട്ടും. അപ്പം നമ്മൾ സബക്കിന് പോകുന്നതിന് മുമ്പ് എടുക്കാൻ പോകുന്ന ഭാഗം ആദ്യം ഒന്ന് നോക്കി റെഡിയാക്കിയിട്ട് അങ്ങ് പോകുമ്പോൾ വലിയ റാഹത്ത്. അപ്പോൾ നമുക്ക് പല ഇഷ്കാലും അങ്ങ് വരും. നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ നമ്മളെ കൽബിലേക്ക് വന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇഷ്കാല് ചോദിക്കാനും പറ്റും. അപ്പോൾ ഒരു മുത്താലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരുങ്ങിപ്പോണം സബക്ക്. നല്ലോണം അധ്വാനിക്കണം. കഴിവിൻ്റെ പരമാവധി ശുറൂഹുകളൊക്കെ നോക്കണം. മുഖ്തസറായ കിതാബുകളൊക്കെ ഹിഫ്ലാക്കണം. അതൊരു മുത്തഅല്ലിമിന്റെ അദബാണ്. ഹിഫ്ലുൽ കുതുബ്, കിതാബുകളൊക്കെ ഹിഫ്ലാക്കുകയാണ്. അത് നമ്മൾ കേരളക്കാർക്ക് അത് കുറവാണ്. വിദേശികളായ ഉലമാ അങ്ങനെയല്ല, കിട്ടിയതൊക്കെ ഹിഫ്ലാക്കണം. അതെങ്ങനെയപ്പോൾ ഹിഫ്ലാക്കാൻ കഴിയുന്നതെന്ന് നമ്മൾ ചിന്തിക്കണ്ട. നമ്മൾ എത്രത്തോളം ഹിഫ്ലാക്കുന്നുണ്ടോ അതിന് കണക്കായിട്ട് നമ്മളുടെ മെമ്മറി പവർ കൂടുന്ന. എത്രത്തോളം ഹിഫ്ല് കുറയുന്നുണ്ടോ അതിന് കണക്കായിട്ട് നമ്മളെ മെമ്മറി പവർ കുറയും. അധിക മത്തിനുകളും ഫത്ഹുൽ മുഈനിന്റെ മത്തിന്, അതേപോലെ തന്നെ ബാഫള്, അല്ലെങ്കിൽ ശർഹു തഹ്ദീബ്, അൽഫിയ, അതൊക്കെ എല്ലാവരും ഹിഫ്ലാക്കുന്ന തന്നെയാണ്. അപ്പം അങ്ങനെ തുടങ്ങി മിൻഹാജിന്റെ മത്തിന്, മിൻഹാജ്, ഇങ്ങനെ തുടങ്ങി മഹല്ലീന്റെ മത്തിന്, മിൻഹാജ്, അങ്ങനെ തുടങ്ങി മുഖ്തസറിന്റെ ആദ്യ ഭാഗം. ഞാനൊക്കെ മുഖ്തസറിന്റെ തുടക്കം തങ്ങൾ ഉസ്താദ് ഹിഫ്ലാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചാക്കി. പിന്നെ നമ്മളെ ഹാലല്ലേ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കിതാബുകളെ ഹിഫ്ലാക്കാൻ പറ്റുമെങ്കിൽ അത് ഹിഫ്ലാക്ക് തന്നെ. അപ്പൊ നമ്മളെ മെമ്മറി പവർ കൂടും. അതേപോലെ തന്നെ കിതാബുകളെ ശുറൂഹുകളൊക്കെ നമ്മൾ നോക്കുക.
പഠിക്കുന്ന സമയത്ത് ശുറൂഹുകളൊക്കെ നോക്കി എന്തെങ്കിലും ഫവായിദുകൾ കാണുമ്പോൾ അത് എഴുതി വെക്കുക എന്നുള്ളതും മുതഅല്ലിമിന്റെ സ്വഭാവമായി മാറണം. ഫതുഹുൽ മുഈൻ ഓതുന്ന ആളെ സംബന്ധിച്ചിടത്തോളം തർശീഉം ഇആനത്തു ത്വാലിബീനും അങ്ങനെ തുടങ്ങി അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നോക്കാൻ പറ്റുമോ അതൊക്കെ നോക്കി എന്തെങ്കിലും ഫവായിദുകളൊക്കെ കിട്ടുമ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് മുതഅല്ലിമിന്റെ ഒരു നല്ല ക്വാളിറ്റിയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സബക്ക് ഒന്നും കളയാതിരിക്കുക എന്നുള്ളത് ഒരു മുതഅല്ലിമിന്റെ സ്വഭാവമായി മാറും. ചെറിയ ഒരു തലവേദന ചമ്മാടൂട്ട പോയി എന്ന് കാണുമ്പോൾ ഞമ്മടെ കിടക്കും. ചെറിയൊരു പ്രയാസം ഉണ്ടാവുമ്പോൾ തന്നെ സബക്ക് ഒഴിവാക്കുക. അത് ഉണ്ടാവാൻ പാടില്ല. എത്ര സബക്കുണ്ടോ അത് മുഴുവനും കൃത്യമായി പങ്കെടുത്ത് അത് നോട്ട് ചെയ്ത് അധ്വാനിച്ച് പഠിക്കുക എന്നുള്ളത് നമ്മളെ ഒരു വലിയ സ്വഭാവമായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഉസ്താദുമാർക്കുള്ള ഖിദ്മ ഞാൻ നേരത്തെ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഒരു ഉസ്താദിന് വല്ലാതെ ഖിദ്മ ചെയ്യുന്ന ആളായിരുന്നു. കാന യതഅദ്ദബു മഅഹു കസീറൻ. ഉസ്താദ് വുളു എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഉസ്താദിന് വെള്ളം റെഡിയായി കൊടുക്കുക, ഉസ്താദിന്റെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുക. ഇങ്ങനെ തുടങ്ങി ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു വല്ലാതെ അദബ് കാണിക്കുകയും ഖിദ്മ ചെയ്ത ആളാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയാണ്, ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഉസ്താദ് നവി ഇമാമിന്റെ ഉസ്താദ് നവി ഇമാമിന് ഒരിക്കൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു. എൻ്റെ കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാറ്. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, യാ സയ്യിദി, എനിക്കൊരു ശർഈയായ കാരണമുണ്ട്, എന്നെ ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഒന്നിച്ചുള്ള ആളുകൾ പിന്നീട് ചോദിച്ചു, അല്ല എന്തായിരുന്നു ആ ഉദ്ർ എന്തായിരുന്നു? അവൻ പറഞ്ഞു, ഞാൻ ഉസ്താദിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിച്ച് അങ്ങ് പോയി. ഉസ്താദിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഉസ്താദ് എന്തെങ്കിലും എടുക്കാൻ ഉദ്ദേശിച്ച സാധന മറ്റേ ഞാൻ എടുത്തു പോയിട്ട് ഭക്ഷിച്ചാലോ എന്ന് പേടിച്ച്, അതുകൊണ്ട് ഞാൻ ഉസ്താദ് അറിയാതെ, ഉസ്താദ് എന്താ ആഗ്രഹിച്ചെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ എടുത്തത് ഉസ്താദ് ആഗ്രഹിച്ചതാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അവർക്ക് അത്രത്തോളം അദബ് ശ്രദ്ധിച്ചു എന്നാണ്. നമ്മളൊന്നുമല്ല, ഉസ്താദിന് ഭക്ഷണം എത്തിക്കഴിഞ്ഞാൽ ആദ്യം നോക്കുക, ചിക്കൻ പൊരിച്ച 8 എണ്ണം ഉണ്ടാവും, എന്നാൽ പിന്നെ 7 എണ്ണം മതി, ഒറ്റ ആൾക്കാർ സുന്നത്താണല്ലോ, 7 എണ്ണം അടുക്കട്ടെ, 1 യാ അല്ലാഹ് ഖാദിമ് അവ്വൽ അംർ. ആ മഹാന്മാരൊക്കെ അത്രത്തോളം ശ്രദ്ധിച്ചു. അപ്പൊ നമ്മളെ അദബ് അതാണ് ഏറ്റവും വലുത്. ഏറ്റവും വലുത് നമ്മളെ അദബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബിക്കി റളിയല്ലാഹു അൻഹു അവരുടെ പിതാവ് തഖിയുദ്ദീൻ സുബിക്കി തങ്ങളെ കുറിച്ച് ഒരു സംഭവം പറഞ്ഞു. ഒരിക്കൽ ഇങ്ങനെ യാത്രയുടെ ഇടയിൽ അദ്ദേഹത്തോടു കൂടി ഒരു ആള് കൂടി ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. മൂപ്പരൊരു വാഹനപ്പുറത്താണ്, മറ്റേ ആൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ സംസാരം തുടങ്ങി. കുറെ അങ്ങോട്ട് എത്തിയപ്പോ മൂപ്പരോട് എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്താണ്. അപ്പൊ കണ്ട മശായിഖന്മാരെ കുറിച്ച് പറഞ്ഞതിന്റെ ഇടയിൽ പറഞ്ഞു, അന്നഹു റവൻ നവവി റളിയല്ലാഹു അൻഹു. ഈ സാധുവായ ആലിമല്ലാത്ത ഈ മനുഷ്യൻ നവവി ഇമാമിനെ കണ്ടു എന്ന് പറഞ്ഞത് കേട്ടപ്പോ ഫഫിൽ ഹാലി നസല. ആ സമയം തന്നെ മൂപ്പര് ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഇറങ്ങിയിട്ട് മൂപ്പരെ കൈ പിടിച്ച് മുത്തി. ആമിയായ മനുഷ്യനാണ്. കൈ പിടിച്ച് മുത്തി. എന്നിട്ട് മൂപ്പരോട് ദ്വാരിപ്പിച്ച് മൂപ്പരോട് പറഞ്ഞ് വാഹനത്തിൽ കയറാൻ വേണ്ടി പറഞ്ഞു. മൂപ്പര് സമ്മതിച്ചില്ല, ഞാൻ കയറില്ല. അപ്പം പറഞ്ഞു, ലാ അർകബു വഅയ്നുൻ റഅത് വജ്ഹൻ നവവി തംശി ബൈന യദയ്യ അബദാ. ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങളെ കണ്ട കണ്ണുള്ള ഒരാള് നടക്കുക, ഞാൻ വാഹനത്തിൽ പോവുക, അത് നടക്കൂല, അതുകൊണ്ട് നിങ്ങൾ വാഹനത്തിൽ കയറണം. നമ്മുടെ അയിമ്മത്തൊക്കെ അവരുടെ ഉസ്താദുമാരെയും അവരുടെ മശായിഖുമാരെയും കണ്ട കണ്ണ് വലിയതാ. ഇപ്പൊ നമുക്ക് അതൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിച്ചതിന്റെ എതിരെ നമ്മൾ ഉസ്താദ് പറഞ്ഞോ എന്നാ പിന്നെ സ്റ്റേജ് കെട്ടിയ അല്ലാഹ് ബദറു ഉഹുദു ഖന്ദക്കും എല്ലാം ഉണ്ടാവും. അതിലെ ഹക്കും ഇല്ല, ബാത്തിലും ഇല്ല, ഒന്നുമില്ല. ഉസ്താദുമാരോട് നമ്മൾ എത്രത്തോളം ആ ഐനുരുതിയുള്ള നമ്മളെ കൽബിലും നമ്മളെ ഹൃദയത്തിലുണ്ടോ എന്നാ നമ്മൾ കഴിച്ചലായി. ഉസ്താദ് വലിയ പ്രശസ്തിയുള്ള ആളാണെന്നൊന്നുമില്ല,
വലിയ ആളാവണമെന്നൊന്നുമില്ല. നമുക്ക് ഒരു അക്ഷരം പഠിപ്പിച്ചെന്ന ഉസ്താദോ ആ ഉസ്താദിനെ വലിയ അളമത്തിൽ കാണണം. ബഹുമാനപ്പെട്ട ശൈഖുന കോട്ടൂർ ഉസ്താദ് ഒരിക്കൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ആമിയായ ഒരാളെ കണ്ടു. വണ്ടി നിർത്തി വലിയ ബഹുമാനവും ആദരവും. അപ്പൊ ചോദിച്ചപ്പോ ഉസ്താദ് ഓതുന്ന സമയത്ത് വായിച്ചോതി കൊടുത്ത ആളാണ് എന്നാണ്. ചിന്തിച്ചു നോക്കിയ ഒരു കൃഷിക്കാരനാണ്, ഒരു ആമിയ മനുഷ്യൻ. ഉസ്താദ് ആരാ? വലിയ ദറജയിലുള്ള ആളാണ്. ആ ഉസ്താദ് ഒരു ആമിയായ ആളെ കണ്ട് ബഹുമാനിച്ച സംഭവം നമ്മളെ മഹാന്മാരായ ഉലമാഇന്റെ അതേ ത്വരീഖ് നമ്മൾ ഉസ്താദുമാർ. ആ ഉസ്താദുമാര് നമുക്കെതിരെ എന്തെങ്കിലും ഒന്ന് നമ്മളെ ഹവക്കെതിരെ പറഞ്ഞപ്പോ പിന്നെ നമുക്ക് ഉസ്താദ്മാരെ പിടിക്കുന്നില്ല. പിന്നെ സ്റ്റേജ് കെട്ടലായി, പ്രസംഗമായി, അങ്ങട്ടായി ഇങ്ങട്ടായി. അത് നമ്മൾ ചെറുപ്പത്തിലേ ശ്രദ്ധിക്കണം. അദബ് എന്നുള്ളത് ഉസ്താദുമാർ ആ നിലക്ക് ആലമത്തിൽ നമ്മൾ കാണും. വിജയിക്കും ഉറപ്പാണ്, ഒരു സംശയവും. വല്ല ബുദ്ധിയൊന്നും വേണ്ട, അദബ് നല്ലോണം ഉണ്ടായാൽ മതി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതേപോലെ മുതഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിച്ച് ഓതി പഠിക്കുക എന്നുള്ള ഒരു സംഭവം, മുദാക്കറ നല്ലോണം പാടും. ഒരാൾ പഠിച്ച് അയാൾക്ക് തിരിഞ്ഞ് ഓം കൂട്ടി വെച്ച് പിന്നെ കടന്നു, അങ്ങനെയല്ല. പരസ്പരം ഓതിക്കൊടുക്കുക എന്നുള്ളൊരു സംഭവം, വായിച്ചോത്ത് എന്നുള്ള സംഭവം നമ്മളെ ദർസുകളിൽ വേണ്ട ഒരു വലിയ സ്വഭാവമാണ്. കഴിവിന്റെ പരമാവധി ഒന്നിച്ചോതണം. അതിനൊരു ശരീക്കനെ കിട്ടിയില്ല, ഒരു ശരീക്കനെ ഒന്ന് ചോദിക്കൊടുക്കാൻ കിട്ടിയില്ല. എന്നാൽ ഓൻ സ്വന്തമായി ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഒരു മുഖാത്തബ് ഉണ്ട് എന്നുള്ള നിലക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. സ്വന്തം നഫ്സിനോട് ഇങ്ങനെ പറയാം, ഇങ്ങനെ ഒരു മുതഅല്ലിം മുമ്പിലുണ്ട് എന്നുള്ള സങ്കല്പത്തിൽ ഇങ്ങനെ പറയാം. അതിനൊക്കെ വലിയ നഫ്ഉണ്ട്. അപ്പൊ നമ്മൾ ഓതുന്ന കിതാബുകൾ കഴിവിന്റെ പരമാവധി മുദാക്കറ ചെയ്ത് പരസ്പരം ചർച്ച ചെയ്ത് പഠിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതേപോലെ ഒന്നിച്ചുള്ള ശുറക്കായിനെ നമ്മൾ ബഹുമാനിക്കണം. നമ്മളെ കൂട്ടത്തിൽ ആരാണ് റബ്ബിനോട് കൂടുതൽ അടുത്താൾ നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മളോട് ബടായിയൊക്കെ പറയുന്ന ആളാണ്, പക്ഷേ ഒരു ഇൽമിന്റെ അഹ്ലുകാരനാണ് എന്നുള്ള ബഹുമാനം പരസ്പരം നമുക്ക് ഉണ്ടായാൽ നമ്മളെ തറക്കീക്കത് കാരണമാവും. എടാ പോടാ വിളി അത് ചില ദർസുകളിലുണ്ട്, അധിക ദർസുകളിൽ ഇല്ല. എടാ പോടാ എടാ എടാ അല്ല, നിങ്ങൾ എന്നുള്ള വിളി നമുക്ക്. ഒരു മുതഅല്ലിം മറ്റൊരു മുതഅല്ലിമിനെ അല്ലെങ്കിൽ പേര് വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങോന്ന് വിളിക്കുക. എന്തേ ഒരു ബോറായി തോന്നുന്നു? അതൊരു അദബാണ്. ഒന്നിച്ചുള്ള മുതഅല്ലിമിനെ ബഹുമാനിക്കുക എന്നുള്ളത് ഒരു അദബാണ്. ഇപ്പൊ തന്നെ ചില ആള് വിളി തുടങ്ങി, ചില ആള് വിളി തുടങ്ങി. അപ്പൊ പരസ്പരം ബഹുമാന ആദരവ് നമുക്ക് ഉണ്ടാവണം. ശുറക്കാ പരസ്പരം ബഹുമാനം ഉണ്ടാവണം. അതേപോലെ തന്നെ എന്തെങ്കിലും ഇഷ്കാൽ ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ നമുക്ക് മടിയുണ്ടാവാനും പാടില്ല. അതൊരു മുതഅല്ലിം ചെയ്യേണ്ട കാര്യമാണ്. ഇഷ്കാൽ നമ്മളെ കൽബിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്തിക്കരുത്. എന്ത് ഇഷ്കാൽ ഉണ്ടെങ്കിലും ചോദിക്കണം. ചിലപ്പോൾ സഫാത്തായിരിക്കും, അന്നൊരു വിഷയമല്ല. സഫാത്ത് ചോദിച്ചിട്ടാണ് പിന്നെ തഹ്ഖീഖിലേക്കല്ല എത്തല്. നമ്മളെല്ലാം എന്തെല്ലാം പകടത്തരെല്ലാം ചോദിച്ചു. ഇപ്പൊ അങ്ങനെ തന്നെ ചോദിക്കില്ല, വേറെ വിഷയം. എന്തുണ്ടെങ്കിൽ ചോദിക്കണം. അപ്പൊ ഇഷ്കാല് വരുന്നത് എഴുതി വെക്കുക, ചോദിക്കുക. ഇഷ്കാൽ ഉണ്ടാവണം. പിന്നെ രണ്ട് ടീമിന് ഇഷ്കാൽ ഉണ്ടാവൂല. തീരെ തിരിയാത്താക്കും ഇഷ്കാൽ ഉണ്ടാവൂല, നല്ലോണം തിരിഞ്ഞാക്കും ഇഷ്കാൽ ഉണ്ടാവും. അതിന്റെ അടുത്തരുള്ള ആക്കെ ഇഷ്കാൽ. ഒന്നും തിരിഞ്ഞിട്ടെങ്കിൽ എനിക്ക് എന്ത് ഇഷ്കാല് വന്നിന്? ഒന്നും എനിക്കൊരു കുന്തും തിരിഞ്ഞിട്ടില്ല, എനിക്ക് എന്ത് ഇഷ്കാല് വന്നിന്? ഉണ്ടാവോ? ഉണ്ടാവില്ല. അപ്പൊ നമ്മള് പഠിക്കുക, ഇഷ്കാല് വരുന്ന എഴുതുക, ഉസ്താദ്മാരോട് ചോദിക്കുക. അതേപോലെ തന്നെ നമ്മൾ കിതാബ് ഓതുന്ന സമയത്തൊക്കെ ഔദു ചൊല്ലുക, ബിസ്മി ചൊല്ലുക, അൽഹംദുലില്ലാഹ് ചൊല്ലുക, സ്വലാത്തും സലാമും ചൊല്ലുക. മുത്തുനബിന്റെ മേൽ സ്വലാത്തില്ല, ആലിന്റെ മേൽ സ്വലാത്തില്ല, സ്വഹാബിന്റെ മേൽ സ്വലാത്തില്ല. ഓതുന്നതിന് ഉസ്താദിന് വേണ്ടി ദ്വാരക്കുക.
നമ്മളൊരു കിതാബ് ഓതുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇങ്ങനെ ചൊല്ലിയിട്ട് അല്ലാഹുമ്മ ഇശ്ഫി ഉസ്താദി അല്ലെങ്കിൽ അല്ലാഹുമ്മ റഹം ഉസ്താദി, നമ്മൾ സ്വന്തം ഉസ്താദിന് വേണ്ടിയിട്ട് നമ്മൾ ദുആ ഇരുന്നിട്ട് നമ്മൾ പഠിക്കണം. അത് നമ്മളെ ഇൽമിന് വലിയ ബറക്കത്തുള്ള ഒരു കാര്യമാണ്. അത് കേരളത്തിന്റെ പുറത്തുള്ള ആളുകളൊക്കെ സബക്കിന് ഇരിക്കുമ്പോൾ ആദ്യം തന്നെ വായിച്ചു കൊടുക്കുമ്പോൾ തന്നെ അങ്ങനെ തന്നെയാണ് വായിക്കുക. അപ്പോൾ അതേപോലെ നമ്മളെ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാരക്കുക. എനിക്ക് ഒരു 10 മിനിറ്റ് ഓതാൻ വേണ്ടി തുടങ്ങിയിട്ട് അരമണിക്കൂർ ദ്വാരം അയക്കണ്ട. ഇതൊരു അദബാണ്. അപ്പോൾ ഹംദ് ബിസ്മി സ്വലാത്തൊക്കെ ചൊല്ലി ഉസ്താദുമാർക്ക് മാതാപിതാക്കൾക്ക് മുസന്നിഫിന് മശായിഖിന് ദുആറിന് അവർക്ക് വേണ്ടി തറഹുമു ചൊല്ലി, പ്രത്യേകിച്ച് ആ കിതാബിന്റെ മുസന്നിഫിന് വേണ്ടി ദുആറിന്നിട്ട് തറഹുമു ചൊല്ലിട്ടാണ് നമ്മൾ കിതാബ് ഓതേണ്ടത്. അതൊരു വലിയ അദബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. അതേപോലെ ഒരു മുതഅല്ലിം ശ്രദ്ധിക്കേണ്ടതാണ് എഴുത്ത് വൃത്തിയാക്കാൻ. ചിലപ്പോൾ നമ്മൾ എഴുതിയ നമുക്ക് തന്നെ തിരിയൂല, അത്ര ഉഷാറുള്ള എഴുത്തായിരിക്കും നമ്മൾ എഴുതി. പരസ്പരം നോക്കണ്ട, മൂപ്പര് മറ്റയാളെ നോക്കി ഇതെന്താണ്. നമ്മൾ എഴുതിയ നമുക്ക് തന്നെ തിരിയൂല. അക്കോലത്തില എഴുത്ത് വൃത്തിയാക്കുക എന്നുള്ളത് ഒരു മുതഅല്ലിമിന് വേണ്ട ഒരു സ്വഭാവമാണ്, നല്ല സ്വഭാവമാണ്. എഴുത്ത് വൃത്തിയാണ്. അത് മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും അറബി ആയാലും എല്ലാം ഏത് ഭാഷ. അപ്പോൾ ഇഷ്കാല് വരുന്നത് എഴുതി വെക്കുക, ചോദിക്കുക. ഇഷ്കാൽ ഉണ്ടാവണം. പിന്നെ 2 ടീമിന് ഇഷ്കാൽ ഉണ്ടാവൂല. തീരെ തിരിയാത്താക്കും ഇഷ്കാൽ ഉണ്ടാവൂല, നല്ലോണം തിരിഞ്ഞാക്കും ഇഷ്കാൽ ഉണ്ടാവും. അതിന്റെ അടുത്തരുള്ള ആക്കെ ഇഷ്കാൽ. ഒന്നും തിരിഞ്ഞിട്ടെങ്കിൽ എനിക്കെന്ത് ഇഷ്കാല് വന്നിന്, ഒന്നും എനിക്കൊരു കുന്തും തിരിഞ്ഞിട്ടില്ല, എനിക്കെന്ത് ഇഷ്കാല് വന്നിന് ഉണ്ടാവോ? ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പഠിക്കുക, ഇഷ്കാല് വരുന്ന എഴുതുക, ഉസ്താദുമാരോട് ചോദിക്കുക. അതേപോലെ തന്നെ നമ്മൾ കിതാബ് ഓതുന്ന സമയത്തൊക്കെ ഔദു ചൊല്ലുക, ബിസ്മി ചൊല്ലുക, അൽഹംദുലില്ലാഹ് ചൊല്ലുക, സ്വലാത്തും സലാമും ചൊല്ലുക. മുത്തുനബിന്റെ മേൽ സ്വലാത്തില്ല, ആലിന്റെ മേൽ സ്വലാത്തില്ല, സ്വഹാബിന്റെ മേൽ സ്വലാത്തില്ല. ഓതുന്നതിന് ഉസ്താദിന് വേണ്ടി ദ്വാരക്കുക. നമ്മളൊരു കിതാബ് ഓതുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇങ്ങനെ ചൊല്ലിയിട്ട് അല്ലാഹുമ്മ ഇശ്ഫി ഉസ്താദി അല്ലെങ്കിൽ അല്ലാഹുമ്മ റഹം ഉസ്താദി, നമ്മൾ സ്വന്തം ഉസ്താദിന് വേണ്ടിയിട്ട് നമ്മൾ ദുആ ഇരുന്നിട്ട് നമ്മൾ പഠിക്കണം. അത് നമ്മളെ ഇൽമിന് വലിയ ബറക്കത്തുള്ള ഒരു കാര്യമാണ്. അത് കേരളത്തിന്റെ പുറത്തുള്ള ആളുകളൊക്കെ സബക്കിന് ഇരിക്കുമ്പോൾ ആദ്യം തന്നെ വായിച്ചു കൊടുക്കുമ്പോൾ തന്നെ അങ്ങനെ തന്നെയാണ് വായിക്കുക. അപ്പോൾ അതേപോലെ നമ്മളെ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാരക്കുക. എനിക്ക് ഒരു 10 മിനിറ്റ് ഓതാൻ വേണ്ടി തുടങ്ങിയിട്ട് അരമണിക്കൂർ ദ്വാരം അയക്കണ്ട. ഇതൊരു അദബാണ്. അപ്പോൾ ഹംദ് ബിസ്മി സ്വലാത്തൊക്കെ ചൊല്ലി ഉസ്താദുമാർക്ക് മാതാപിതാക്കൾക്ക് മുസന്നിഫിന് മശായിഖിന് ദുആറിന് അവർക്ക് വേണ്ടി തറഹുമു ചൊല്ലി, പ്രത്യേകിച്ച് ആ കിതാബിന്റെ മുസന്നിഫിന് വേണ്ടി ദുആറിന്നിട്ട് തറഹുമു ചൊല്ലിട്ടാണ് നമ്മൾ കിതാബ് ഓതേണ്ടത്. അതൊരു വലിയ അദബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. അതേപോലെ ഒരു മുതഅല്ലിം ശ്രദ്ധിക്കേണ്ടതാണ് എഴുത്ത് വൃത്തിയാക്കാൻ. ചിലപ്പോൾ നമ്മൾ എഴുതിയ നമുക്ക് തന്നെ തിരിയൂല, അത്ര ഉഷാറുള്ള എഴുത്തായിരിക്കും നമ്മൾ എഴുതി. പരസ്പരം നോക്കണ്ട, മൂപ്പര് മറ്റയാളെ നോക്കി ഇതെന്താണ്. നമ്മൾ എഴുതിയ നമുക്ക് തന്നെ തിരിയൂല. അക്കോലത്തില എഴുത്ത് വൃത്തിയാക്കുക എന്നുള്ളത് ഒരു മുതഅല്ലിമിന് വേണ്ട ഒരു സ്വഭാവമാണ്, നല്ല സ്വഭാവമാണ്. എഴുത്ത് വൃത്തിയാണ്. അത് മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും അറബി ആയാലും എല്ലാം ഏത് ഭാഷയും നമ്മൾ എഴുത്ത് വൃത്തിയാക്കും. അതിനൊരു കോപ്പി സിസ്റ്റം നമ്മൾ ദർശനം ഉണ്ടോയെന്ന് അറിയില്ല. ആ കോപ്പി സിസ്റ്റം ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ദിവസം ഇത്ര പേജ് എഴുതിയിട്ട് ഉസ്താദുമാരെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണെങ്കിൽ അങ്ങനെ. എഴുത്തുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ആ എഴുത്തിന്റെ കാനൂനുകൾ എന്താണെന്ന് മനസ്സിലാക്കി അങ്ങനെ എഴുത്ത് റെഡിയാക്കുക എന്നുള്ളത്. ഇവിടെ അത് കഴിഞ്ഞോന്നറിയില്ല, കഴിഞ്ഞിട്ടുണ്ട്. ഒരു കിതാബത്തിന്റെ എഴുത്തിന്റെ ഒരു സെഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ച് എഴുത്ത് വൃത്തിയാക്കുക എന്നുള്ളത് അത് നമ്മുടെ ഒരു നല്ല സ്വഭാവമാണ്. എൻ്റെ ഉപ്പ നല്ല എഴുത്താണ്, എൻ്റെ ഉപ്പാൻ്റെ വൃത്തി നല്ല വൃത്തിയാണ്. എന്നോട് ചെറുപ്പത്തിലേ ഉപ്പ പറയും നല്ലോണം എഴുതണം. ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ വിചാരിക്കാം അന്ന് നല്ലോണം കേട്ടണമെങ്കിൽ എഴുത്ത് നല്ല വൃത്തിയായിരുന്നു. അപ്പൊ എഴുത്ത് നമ്മൾ ഒരു മുതഅല്ലിം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ തന്നെ അള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ എഴുതുമ്പോൾ തആല അള്ളാഹുവിനെ തനസ്സുഹാക്കുന്ന ആ ഇസ്മുകളും കൂടി ലഫ്ലുകളും കൂടി അതിൽ എഴുതണം.
അത് എഴുത്തിന്റെ ഒരു അദബാണ്. അല്ലാഹ് എന്ന് വന്നു, അപ്പൊ അന്നേരം തന്നെ തആല അല്ലെങ്കിൽ സുബ്ഹാനഹു ജല്ല ജലാലുഹു അത് എഴുതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് വന്നു, അപ്പോ സ്വലാത്ത് ജല്ലലോട് കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതുക എന്നുള്ളത് എഴുത്തിന്റെ അദബാണ്. ആടെ സലഅംനും അതേപോലെ സ്വാദ് എന്ന് എഴുതലും അത് സൂഉൽ അദബാണ് എന്ന് മഹാന്മാര് പറഞ്ഞതായി കാണാം. അത് മഹറൂമീങ്ങളെ അങ്ങനെ എഴുതും. അപ്പൊ എഴുതുന്ന സമയത്ത് അതേപോലെ അംബിയ മലായിക്കത്തിന്റെ പേര് വരുന്ന സമയത്ത് അലൈഹിസ്സലാത്തു വസ്സലാം അതേപോലെ തന്നെ സ്വഹാബിമാരെ പേര് കേൾക്കുമ്പോൾ എഴുതുമ്പോൾ റളിയല്ലാഹു അൻഹു ഇങ്ങനെ തുടങ്ങി എഴുത്ത് ശ്രദ്ധിക്കുക എന്നുള്ളത് സലഫു സ്വാലിഹീങ്ങളായ ഉലമാഇന്റെ മഹത്തുക്കളുടെ സ്വഭാവമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതേപോലെ നമ്മൾ ഒന്നിച്ച് താമസിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഞാൻ കുറേ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടാണ് പറയുന്നത്. ഒന്നിച്ച് താമസിക്കുമ്പോൾ പരസ്പരം ബഹുമാനം ആദരവ് കൊടുക്കുക എന്നുള്ളത് ഒരു മുതഅല്ലിമിന്റെ വലിയ സ്വഭാവമാണ്. നമുക്ക് ഇൽമ് ഉഖ്റവിയായ ഒരു മുതഅല്ലിമും ആലിമുമായി തീരണമെങ്കിൽ നമ്മുടെ ഒന്നിച്ചുള്ളവരെ കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കണം. ആ കൂട്ടത്തിൽ നമുക്ക് ഇഹ്സാൻ ചെയ്യുന്ന ആളോട് നമ്മൾ നന്ദി കാണിക്കണം. നമ്മളെ എന്തെങ്കിലും അടങ്ങാറാക്കുന്ന ആളുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പൊറത്തു കൊടുക്കണം, ഉസ്താദുമാരെ അറിയിക്കണം. അത് ഇപ്പോഴത്തെ കാലം പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ഉസ്താദുമാര് അറിഞ്ഞിട്ടായിരിക്കണം നമ്മുടെ ക്യാമ്പസുകളിൽ നടക്കുന്ന വിഷയങ്ങൾ മുഴുവനും. എങ്ങനെയാണ് ഇത് നശിപ്പിക്കുക എന്ന് നോക്കി നടക്കുന്ന ആളുകളൊക്കെ നമ്മളെ ചുറ്റുഭാഗങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ചെറുത് കിട്ടിയാൽ മതി, അതോ ഊതി വീർപ്പിച്ച് നമ്മളെ സ്ഥാപനങ്ങളെയും ദർസുകളൊക്കെ നശിപ്പിക്കാൻ എത്രയോ ശത്രുക്കൾ ഇസ്ലാമിന്റെ പുറത്തും ഉള്ളിലും എല്ലാമുണ്ട്. അപ്പൊ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഉസ്താദുമാരെ അറിയിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മളെ കൂട്ടത്തിൽ പരസ്പരം സലാം ചൊല്ലി നല്ല അദബ്, ഒരാൾ കാണുമ്പോൾ സലാം ചൊല്ലി അതേപോലെ തന്നെ ഓർക്ക് വേണ്ട ഖിദ്മ ചെയ്ത്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, പരസ്പരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഒരു മജ്ലിസ് അല്ലെങ്കിൽ ഒരു കിതാബ് ഓതുകയാണ്, ഓതിക്കഴിഞ്ഞ് നമ്മൾ കിതാബ് പൂട്ടി വെക്കും. അപ്പൊ അങ്ങനെ അങ്ങ് പൂട്ടി വെക്കലല്ല. മഹാന്മാര് പറയുന്നു, അവിടെ ഹദീസിൽ വന്നിട്ടുണ്ട്, സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക ഫഗ്ഫിർ ലീ ദംബി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. കിതാബ് ഓതി തീരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മജ്ലിസിൽ നിന്ന് പിരിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചൊല്ലൽ നല്ലതാണ്? സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക ഫഗ്ഫിർ ലീ ദംബി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക ഫഗ്ഫിർ ലീ ദംബി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഈ ദിക്ർ, ഈ തസ്ബീഹ്, ഈ തഹ്മീദ് ചൊല്ലൽ ഒരു മുതഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം കിതാബ് ഓതി തീരുമ്പോഴും മജ്ലിസിൽ നിന്ന് പിരിയുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമുക്ക് ചിലപ്പോൾ ഇൽമ് പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമുക്ക് ഫഹ്മ് പറഞ്ഞൊന്ന് ഉസ്താദ് പറയുന്നു വേഗം തിരിയുന്നില്ല, അല്ലെങ്കിൽ പഠിച്ചത് കൽബിൽ നിൽക്കുന്നില്ല എന്ന പ്രയാസങ്ങളൊക്കെ നമുക്കുണ്ടാവും. അതിന് 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ സംസാരം നിർത്താൻ. ഒന്ന്, കിതാബ് ഓതുന്നതിന് മുമ്പ് ദുആർക്കേണ്ട ദുആകളൊക്കെ മഹാന്മാര് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഒരു PDF ആക്കി ഇവിടെ നൽകുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അത് ചൊല്ലാം. അല്ലാഹുമ്മ ഇഫ്തഹ് അലൈനാ ബിഹിക്മതിക വൻസുർ അലൈനാ റഹ്മതക യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ നവ്വിർ ബിൽ കിതാബി ബസ്രി എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ദുആ ഇൻഷാ അല്ലാഹ് അത് ഞാൻ ഇവിടെ നൽകും. അതേപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ചെല്ലേണ്ട ഒരു ദിക്ർ, ബിസ്മില്ലാഹി വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അദദ കുല്ലി ഹർഫിൻ കുതിബ വയുക്തബു അബദൽ ആബിദീൻ വദഹ്റദ് ദാഹിരീൻ. ഒരു ഇൽമു പഠിച്ചു കഴിഞ്ഞാൽ, ഒരു കിതാബ് ഓതിക്കഴിഞ്ഞാൽ
ഇത് ചെല്ലൽ നല്ലതാണ്. നമ്മൾ പഠിച്ചത് ഖൽബിൽ ഉറച്ചു നിൽക്കാൻ. ബിസ്മില്ലാഹി വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം عدد كل حرف كتب ويكتب أبد العابدين وظهر الظاهرين. അതേപോലെ നല്ലോണം പ്രയാസമുള്ള, എത്ര ഓതിയിട്ടും തിരിയുന്നില്ല, വിഷമാണ്. എന്നാൽ ആയത്തുൽ കുർസിയുടെ ഒരു അമൽ, അത് മഴവെള്ളത്തിൽ ആയത്തുൽ കുർസി 50 പ്രാവശ്യം മന്ത്രിച്ചിട്ട് കുടിക്കാൻ. അത് കുടിച്ചിട്ട് പഠിക്കാണ്ടിരിക്കാനെന്നല്ല ഇപ്പം പറഞ്ഞേ. ഞാൻ ആയത്തുൽ കുർസി മഴവെള്ളത്തിന് മന്ത്രിച്ച് കുടിച്ചിട്ടുണ്ട്, എന്നെ ബാക്കിയെല്ലാം എനിക്കിങ്ങ് വന്നോളൂ. അങ്ങനെയല്ല. ഇങ്ങനെ ഈ ഒരു സഈ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അങ്ങ് തിരുത്താണ്. അള്ളാഹു നമുക്ക് അധ്വാനിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ മുതഅല്ലിമീങ്ങൾക്ക് ചെറിയ ഒരു പണി, എല്ലാ നിസ്കാരത്തിന് ശേഷം 7 പ്രാവശ്യം സനുഖ്രിഉക ഫലാ തൻസ, യാസീൻ സൂറത്തിലെ അല്ലേ? സനുഖ്രിഉക ഫലാ തൻസ. അത് ഇങ്ങനെ പിടിക്കണമെന്നാണ്. നിസ്കാരത്തിന് ശേഷം നമ്മളെ സഫിൽ മുഴുവനും തലവേദനയുടെ ആളാവുമെന്ന് അറിയില്ല. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് അവറ്റ ആക്കിയാൽ മതിയാവും. മറ്റിത് എല്ലാവരും കൂടി ചെയ്യാൻ തുടങ്ങിയ സുബ്ഹാനല്ലാഹ്. സനുഖ്രിഉക ഫലാ തൻസ, സനുഖ്രിഉക ഫലാ തൻസ, സനുഖ്രിഉക ഫലാ തൻസ. സുന്നത്ത് നിസ്കാരത്തിന് ശേഷം ചെയ്താലും മതി. 7 പ്രാവശ്യം അത് പതിവാക്കുകയാണെങ്കിൽ മറവിയുടെ പ്രശ്നം തീരുമെന്ന് മഹാന്മാർ പറഞ്ഞതായി കാണാം. മറവി പ്രയാസം തീരും. സനുഖ്രിഉക ഫലാ തൻസ. അതേപോലെ തന്നെ മുഹൈമിൻ എന്ന ദിക്ർ സാധിക്കുന്ന അത്രത്തോളം പറ്റുമ്പോഴൊക്കെ മുഹൈമിൻ എന്ന ദിക്റില്ല. യാ മുഹൈമിനു യാ മുഹൈമിനു യാ മുഹൈമിനു യാ മുഹൈമിനു. ആ ദിക്ർ പതിവാക്കുകയാണെങ്കിൽ ഓന്റെ ഹിഫ്ലിന്റെ ഖുവ്വത്ത് കൂടുമെന്നും മറവി നീങ്ങുമെന്നും മഹാന്മാർ പറഞ്ഞതായി കാണാം. ഒരു സലാത്തും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഒരു മുതഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഓർമ്മശക്തി കൂടുതലായി ലഭിക്കാനും മറവി മാറിക്കിട്ടാനുള്ള ഒരു സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന വമൗലാന മുഹമ്മദിൻ അന്നൂരി അൽ മുദ്ഹിബി ലിന്നിസ്യാനി ബിനൂരിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ അദദ മാ വസിഅഹു ഇൽമുല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന വമൗലാന മുഹമ്മദിൻ അന്നൂരി അൽ മുദ്ഹിബി ലിന്നിസ്യാനി ബിനൂരിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ അദദ മാ വസിഅഹു ഇൽമുല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന വമൗലാന മുഹമ്മദിൻ അന്നൂരി അൽ മുദ്ഹിബി ലിന്നിസ്യാനി ബിനൂരിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ അദദ മാ വസിഅഹു ഇൽമുല്ലാഹ്. അപ്പൊ പഠനം കഴിവിന്റെ പരമാവധി പഠിക്കലോടുകൂടി ഇത്തരത്തിലുള്ള അദ്കാറുകളുമായി ബന്ധപ്പെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പഠനത്തിൽ ഒരു ബറക്കത്തും മറ്റൊക്കെ നൽകും. ഏറ്റവും വലുത് നമ്മുടെ അദബാണ്. ചുരുക്കത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ഉസ്താദുമാരും മശായിഖുമാരാണ്. അവർക്ക് ഖിദ്മ ചെയ്യുകയും അതേപോലെ തന്നെ ആദാബുകൾ കഴിവിന്റെ പരമാവധി പരിഗണിച്ചുകൊണ്ട് ഇൽമ് നല്ലവണ്ണം അധ്വാനിച്ച് പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ വലിയ ഇൽമിന്റെ അഹ്ലുകാരായി മാറാനുള്ള എല്ലാവിധ തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.